ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സെഷന് വേണ്ടി ഇവിടെ നിൽക്കുമ്പം എന്നെ ആദ്യം വിളിച്ചത് സജി ബ്രദറാണ്. അപ്പം തന്നെ ഞാൻ ചോദിച്ചു, ഞാൻ തന്നെ വന്ന് പ്രസംഗിക്കേണ്ടി എങ്ങനെയാണെന്ന് എടുക്കണോ? ഇവിടെ തന്നെ പ്രാസംഗികരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സഭയല്ലേ ഇത് എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സജി ബ്രദറിൻ്റെ അപ്പോഴാണ് സജി ബ്രദർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഒരു പുതിയൊരു ടൈപ്പ് പഠന രീതിയാണ്. ഇങ്ങനെ റൈറ്റിങ്ങിന് കുറച്ചുള്ള സ്കിൽസ് ഉള്ളവരുണ്ട്, നറേഷന് സ്കിൽസ് ഉള്ളവരുണ്ട്. അപ്പോൾ ഓരോ സ്ട്രീമിലായിട്ട് ഓരോരുത്തരെ ട്രെയിൻ ചെയ്തുകൊണ്ട് വരികയാണ് എന്നിങ്ങനെ പറഞ്ഞു. അടുത്ത ആഴ്ചയോ ഏതോ ഒരു പ്രാവശ്യം ജോർജ് കോശി ബ്രദർ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കേൾക്കുവാൻ ഇടയായി തീർന്നു. വളരെ നല്ലൊരു സംരംഭം തന്നെയാണിത്. ഓരോ സ്ട്രീമിലും ഓരോ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരികയും അവരുടെ താലന്തുകൾ അനുസരിച്ച് മാത്രമല്ല അവരുടെ കൃപാവരങ്ങൾ അനുസരിച്ച് അവരെ എൻകറേജ് ചെയ്യുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. ആദ്യം തുടങ്ങുന്നതിന് മുമ്പായിട്ട് റോമാലേഖനം റോമൻസ് ചാപ്റ്റർ 12 verse 6. Romans chapter 12 and verse 6. Having then gifts differing according to the grace that is given to us, let us use them. If prophecy, let us prophesy in proportion of our faith. Or ministry, let us use it in our ministering. He who teaches in teaching, he who exhorts in exhortation, he who gives with liberality, he who leads with diligence, he who shows mercy with cheerfulness. 7 കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരു സഭ, ഒരു ശരീരം എന്ന നിലയിൽ കാണുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 7 ഗുണങ്ങളും ഈ സഭയിലുള്ള വ്യക്തികൾക്ക് ഉണ്ട്. അത് ചിലർക്ക് 1 ആയിരിക്കാം, ചിലർക്ക് 2 ആയിരിക്കാം, ചിലർക്ക് 3 ആയിരിക്കാം. പക്ഷേ ഡെഫിനറ്റ്ലി ഈ സഭയിൽ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ഉണ്ട്. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ സൗരൻ പറഞ്ഞതുപോലെ കൃപാവരങ്ങളാണ് ഒരു സഭയെ വളർത്തുന്നത്. കൃപാവരങ്ങൾ ഓരോ സഭയ്ക്കും നമ്പർ അനുസരിച്ച് കൊടുത്തിരിക്കുന്നതിന് കാരണം ആ സഭയുടെ എഡിഫിക്കേഷന് വേണ്ടിയും തന്നെത്താൻ ഉയരാൻ വേണ്ടിയല്ല, പക്ഷേ അതേസമയം മറ്റുള്ളവർക്കുള്ള പൊതു പ്രയോജനത്തിനായിട്ടും ആണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന 7 കൂട്ടം കാര്യങ്ങൾക്ക് പലവിധമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. പക്ഷേ താലന്തും കൃപാവരവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഒരു കുട്ടി ചിലപ്പം ജന്മന പാടാൻ കഴിവുള്ളൊരു കുട്ടിയായിരിക്കാം, പക്ഷേ അതൊരു കൃപാവരമല്ല. അതൊരു കൃപാവരം ആയിട്ട് മാറുമോ എന്നുള്ളത് വേറെ കാര്യം. അതായത് എക്സോട്ടേഷൻ്റെ അകത്ത് വരുന്നത് പാട്ടായിട്ട് നമുക്ക് കരുതാം. ആ എക്സോട്ടേഷൻ എന്ന് പറഞ്ഞ എൻകറേജിങ് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ മേഖലയായിരിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന മേഴ്സിയുടേതായിരിക്കാം, ലീഡ് ചെയ്യാനുള്ള കഴിവ്. നമുക്കറിയാം ചില വ്യക്തികൾ ഒരു സഭയിൽ ഒരു ലീഡർഷിപ്പ് റോളിലോട്ട് വരുന്നത് എല്ലാവരും വളരെ ആഗ്രഹിക്കുന്നതും വളരെ ആകാംക്ഷയോടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതേസമയം മറ്റ് വ്യക്തികൾ ചിലപ്പോൾ ലീഡർഷിപ്പ് റോളിലോട്ട് വരുന്നത് നമുക്ക് പൊതുവെ താല്പര്യവും കാണത്തില്ല. കാരണം ആ വ്യക്തിയുടെ ആ സ്വഭാവ ശുദ്ധിയിൽ, ആ വ്യക്തിയുടെ പ്രവർത്തന മേഖലകളിലൊക്കെ വളരെയധികം ലീഡർഷിപ്പ് റോൾ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആത്മീകമായിട്ടുള്ള ബലത്തോടും ആത്മീക ജ്ഞാനത്തോടും കൂടെ അത് ഏറ്റെടുക്കുമ്പോൾ അത് ഡെഫിനറ്റ്ലി ദൈവസഭയ്ക്ക് മനസ്സിലാവുകയും ആ വ്യക്തിക്ക് ആ ദൈവകൃപ ഉണ്ടായത് സഭ മനസ്സിലാക്കുകയും ആ വ്യക്തി മുന്നോട്ട് വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പഠിപ്പിക്കുവാനുള്ള കഴിവ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മധ്യത്തിൽ തന്നെ അനേകര് ബൈബിൾ സ്റ്റഡി എടുക്കുവാൻ വളരെ കഴിവുള്ള വ്യക്തികൾ നമ്മുടെ മധ്യമുണ്ട്. പക്ഷെ അതേസമയം പ്രസംഗ കല ചിലപ്പോൾ അവർക്ക് കാണത്തില്ല. അതേസമയം പ്രസംഗ കല എടുക്കുന്ന വ്യക്തി, പ്രസംഗ കല ഉള്ള വ്യക്തി അല്ല കൃപാവരമുള്ള വ്യക്തിക്ക് ചിലപ്പോൾ ബൈബിൾ സ്റ്റഡി എടുക്കാൻ അറിയത്തില്ലായിരിക്കും. പുള്ളിയുടെ ഓരോ ബൈബിൾ സ്റ്റഡിയും ഓരോ പ്രസംഗവും ഓരോ ചലഞ്ചുമായിട്ട് വചനത്തിൽ നിന്നും മാറി വേറെ പല കാട് കയറി പല വിഷയങ്ങളിലോട്ട് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതേപോലെ എക്സോട്ടേഷൻ, എൻകറേജ് ചെയ്യുവാനുള്ള കഴിവ് എല്ലാവർക്കും തോന്നണമെന്നില്ല. ഇപ്പം തന്നെ ഇവിടെ ഒരു ലിസ്റ്റ് വായിച്ചു. ഓരോരുത്തർക്ക് വയ്യ, ബിനു സൗറിന്റെ കാര്യം അല്ലെ ക്രിസ്തു സൗർ, ഓരോരുത്തരുടെ കാര്യങ്ങൾ വായിച്ചു. അപ്പൊ ഇത് പറഞ്ഞപ്പം തന്നെ ഇത് കൂട്ടത്തിരുന്ന ചിലർക്ക് തോന്നിക്കാണും, കുറച്ച് ദിവസം ആയല്ലോ ഒന്ന് വിളിച്ചിട്ട്, അല്ലെ കുറച്ച് ദിവസം ആയല്ലോ ഒന്ന് കണ്ടിട്ട് എന്ന് ചിലരുടെ മനസ്സിൽ കൂടെ പെട്ടെന്നൊന്ന് പാഞ്ഞു പോയി കാണും. അവർക്കുള്ള കൃപയായിരിക്കാം ചിലപ്പം ശുശ്രൂഷ, അവരെ പോയി ഒന്ന് കാണുക, മേഴ്സി, അവരെ പോയി ഒന്ന് നല്ലതായിട്ട് കരുതുക, അവരെ പോയി ഒന്ന് എക്സോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഓരോ വ്യക്തിക്കും ഏത് കൃപാവരമാണെന്ന് കണ്ടുപിടിക്കുവാനുള്ള സഹായം എന്നിൽ നിന്ന് കുറവായിരിക്കും. പക്ഷെ അത് ദൈവാത്മാവ് ഓരോരുത്തർക്കും
അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞതുപോലെ ചെവിക്കുള്ള ജോലി ചെവി ചെയ്യുന്നു, കൈക്കുള്ള ജോലി കൈ ചെയ്യുന്നു, മൂക്കിനുള്ള ജോലി മൂക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ കൈ കയറി മൂക്കിന്റെ ജോലിയും മൂക്ക് കയറി കാലിന്റെ ജോലിയും ചെയ്യാൻ തുടങ്ങിയ മഹാവൃത്തികേടായിരിക്കും. അതെന്താണെന്ന് തിരിച്ചറിയേണ്ടത് നമ്മുടെ കഴിവ്. പക്ഷേ നമ്മുടെ ബ്രദറൻ ഗോളത്തിലും ഒക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഒരു ദൂരത്ത് വെച്ചേക്കുക. അത് ബെന്തക്കോസ്തുകാർക്ക് അങ്ങ് തീരെഴുതി കൊടുത്തേക്കുന്ന സാധനമാണ്. അത് കാരണം ഇതിനെക്കുറിച്ച് പറയാനും പഠിപ്പിക്കാനും ഒക്കെ വളരെ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ക്ലാസ് എടുത്തത് ഞാൻ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ലാസ്. എനിവേ, കൃപാവരങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് അറിയത്തില്ല എങ്കിൽ ദയവേത് അവരത് പ്രാർത്ഥനയിലിരുന്ന് ഉറ്റിരുന്ന് അത് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. സമയം വളരെ കുറവാണല്ലോ. ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന, നേരത്തെ സൗരം പറഞ്ഞ പോലെ, ഓരോരുത്തരെയും വലിയ പ്രാസംഗികരാക്കുവാൻ ആയിട്ടല്ല. ഞാനും ജസ്റ്റ് ഒരു തുടക്കക്കാരൻ മാത്രമാണ്. പല വിഷയങ്ങളിലും പ്രസംഗിച്ച് കഴിഞ്ഞ് അവിടെ സീറ്റിൽ പോയിരുന്നത് അയ്യോ പറയേണ്ട കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പം അവിടെ ഇരുന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് പലപ്പോഴും ആ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവീകമായിട്ടുള്ള നിലയിലുള്ള പ്രസംഗവും ഒരു പബ്ലിക് ഫോറത്തിലെ സ്പീക്കിംഗ് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അത് നമ്മൾ സജിബ്രനോട് ചോദിച്ചാൽ അത് പറഞ്ഞുതരും. കാരണം അവിടുത്തെ ക്രിട്ടിക്സും ഇവിടുത്തെ ക്രിട്ടിക്സും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഇവിടുത്തെ കേൾവിക്കാർ ഓഡിയൻസും അവിടെ ഇരിക്കുന്ന ഓഡിയൻസും തമ്മിലും അജഗജാന്തരം വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങാം. സെർമൺ ഡെലിവറി ഈസ് എ സെർവന്റ് ഓഫ് സെർമൺ കണ്ടന്റ്. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു പ്രസംഗ ശൈലി അല്ലെങ്കിൽ ഒരു പ്രസംഗം എങ്ങനെ പ്രസംഗിക്കുന്നു എന്നുള്ളത് അല്ല അവിടെ പ്രധാനം. അവിടുത്തെ ഏറ്റവും പ്രധാന കാര്യം അതിൻ്റെ അകത്തെ ഉള്ളടക്കം എന്താണെന്നുള്ള കാര്യമാണ്. വളരെയധികം കഥകളും ഇല്ലസ്ട്രേഷനും ഒറേറ്ററി സ്കിൽസും എല്ലാം കാണിച്ച് പ്രസംഗിക്കാം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് കേൾവിക്കാരൻ തലചൊറിഞ്ഞ് എന്തുവാ ആക്ച്വലി പുള്ളി പറഞ്ഞ് തെറ്റിദ്ധരിക്കില്ല. ചിലപ്പോൾ രവി സക്രിയാസിന്റെ മെസ്സേജൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ വാഹ് സൂപ്പർ, പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞത് കേട്ട് കഴിഞ്ഞതിൽ പോയിന്റ് എന്തുവായിരുന്നു ആക്ച്വലി എന്ന് ചിലപ്പോ ഒന്ന് ചിന്തിച്ചു പോകും. സൗരനെ കുറ്റം പറഞ്ഞതല്ല ഞാൻ, ഡെഫിനറ്റ്ലി നമ്മുടേതായിട്ടുള്ള കഴിവ് കുറവുകളാണ് അത് മനസ്സിലാക്കിയെടുക്കുന്നതിൽ. പക്ഷെ അത് ഞാൻ പറഞ്ഞു വന്നത്, എന്തുവാണോ ആ കണ്ടന്റ്, ആ മെയിൻ പോയിന്റ്സ്, ചിലപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ അകത്ത് പ്രസംഗ ശൈലിയേക്കാൾ. നമുക്ക് 2 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. 2 തിമോത്തിയോസ്, എല്ലാവരും പരിചയമുള്ള വാക്യങ്ങളാണല്ലോ. 2 തിമോത്തിയോസ് 2:15 മലയാളത്തിലൊന്ന് വായിക്കണം. ഓക്കെ, മലയാളത്തിലുള്ള പദം ഇവിടെ ഇംഗ്ലീഷിൽ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നാണ്. അത് 2 രീതിയിൽ ചിന്തിക്കാം. പ്രസംഗിക്കുന്ന കാര്യം, തന്നെത്താൻ ബൈബിൾ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാം. അതുകൊണ്ടാണ് ഈ മലയാളത്തിൽ പറയാൻ പറഞ്ഞത്. പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ പ്രസംഗിക്കുന്ന വ്യക്തിക്കുള്ള പ്രധാന ഗുണം ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വ്യക്തിയായിരിക്കണം. അവൻ മാത്രമേ പ്രസംഗിക്കാവൂ. ദൈവസന്നിധിയിൽ ലജ്ജിക്കാതെ ഈ പറയുന്ന കാര്യവും എൻ്റെ ജീവിതവുമായിട്ട് ലിങ്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 3:16. എന്തിനാണ് ദൈവവചനം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും 4 വിഷയങ്ങൾ. തികഞ്ഞവനാകാൻ വേണ്ടിയാണ്, സകല സൽപ്രവർത്തിക്കും തികഞ്ഞവനാകാൻ വേണ്ടി ചില കാര്യങ്ങൾ. എന്തൊക്കെയാ? നീതിയുടെ അഭ്യാസനം, ഗുണീകരണം, ശാസന, ഉപദേശം. ഈ വിഷയങ്ങളെക്കുറിച്ച് എന്ത് പ്രസംഗം വേണേലും ബൈബിളിൻ്റെ അകത്തുണ്ട്. ഇതിന്റെ പക്ഷേ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ നിന്നേക്കാളും മിടുക്കനാന്ന് കാണിക്കാനല്ല, പക്ഷേ കേൾവിക്കാരെയും എന്നെയും സൽപ്രവർത്തികൾക്കായിട്ടും ദൈവനാമ മഹത്വത്തിനായിട്ടും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യനാക്കാൻ വേണ്ടിയാണ്. അത് പലപ്പോഴും പ്രസംഗപീഠത്തിൽ നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെ ഉള്ള വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് പ്രസംഗം കിട്ടിയാലും ഇതൊരു നല്ല പ്രസംഗ വിഷയമാണല്ലോ എന്ന് പറയാനല്ല, ആദ്യമായിട്ട് ഈ വിഷയം എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് എങ്കിൽ മാത്രമേ ആ വിഷയം പ്രസംഗിക്കാവൂ. എന്നെ ഗുണീകരിച്ചോ, എന്നെ ശാസിച്ചോ, എനിക്കത് നീതിയുടെ അഭ്യസനത്തിന് കാരണമായി തീർന്നോ ഇല്ലയോ. പലപ്പോഴും വചനം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഇത് അവന് പറ്റിയ സാധനം, ഇതൊന്ന് പറയണം. സഹോദരി അവിടെ ഇരിപ്പുണ്ട്, സഹോദരി കേൾക്കേണ്ട കാര്യമാണ്, അവരുടെ മക്കളെ അത് തന്നെ പറ്റിയ സാധനം.
പലപ്പോഴും അങ്ങനെ തീരാറുണ്ട്. ദൈവം നമ്മളോട് ക്ഷമിക്കട്ടെ. മുന്നോട്ട് നീങ്ങട്ടെ, സമയമില്ലല്ലോ. ദ യുണീക്നെസ് ഓഫ് ദ ബൈബിൾ, ഇത് തന്നെ ഒരു 2 ക്ലാസ് 3 ക്ലാസ് എടുക്കേണ്ടതാണ്, മണിക്കൂറുകളോളം എടുത്ത്. ഞാനത് ഒറ്റ സ്ലൈഡിലായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. നമ്മൾ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ എത്രാമത്തെ വാക്യം? 21-ാമത്തെ വാക്യം വരെ എന്തുവാ? ദൈവ വചനം. ഞാൻ ചിലപ്പം ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുന്നതിന് മുമ്പ് 2 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒന്ന്, ഇത് ദൈവവചനം ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ എല്ലാവരും വിശ്വസിക്കുന്നവർ കൈപൊക്കാൻ പറയും. ഓ യെസ്, എല്ലാവരും വിശ്വസിക്കും. ഞാൻ പറയും ഓക്കെ, സമ്മതിച്ചു, ഇത് ദൈവവചനമാണ്, നിങ്ങൾ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇത് സത്യമായതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുവാണോ, അതോ ഇത് വിശ്വസിച്ച് നിങ്ങൾ സത്യമാക്കുകയാണോ? ചോദ്യം മനസ്സിലായോ? പലപ്പോഴും കണ്ണും പൂട്ടി അങ്ങ് വിശ്വാസമാ, ശരിയാ, നല്ലതാ. പക്ഷെ വേറൊരു മതസ്ഥരോ വേറൊരു വ്യക്തിയോ വന്ന് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ബബ്ബ അടിച്ചു പോകും. കാരണം ഇതവനങ്ങ് വിശ്വസിച്ചങ്ങ് തലയ്ക്കകത്ത് കയറ്റി വെച്ചേക്കുക. ഒരു ഹൈന്ദവനായിക്കോട്ടെ, മുസൽമാനായിക്കോട്ടെ, സിഖായിട്ട് അവർക്കും അവരുടെ മതഗ്രന്ഥത്തെ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവരും അവരുടേതായിട്ടുള്ള ചടങ്ങുകളും പ്രക്രിയകളും ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കും അത്രേ ഉള്ളോ? ആ വിശ്വാസത്തെ ഒരു ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത്രേ ഉള്ളോ? അതോ വചനമായിട്ടെടുത്ത് വളരെ വ്യക്തമായിട്ട് പ്രൂഫോടെ കൊടുത്ത് ഇത് സയന്റിഫിക്കലി ശാസ്ത്രീയമായിട്ടും ഇത് ലിറ്ററേച്ചർ വഴികൾ നോക്കി മാനുസ്ക്രിപ്റ്റ്സ് വഴി നോക്കിയും സത്യമാണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്നുള്ള ചോദ്യം. രണ്ടും കൂടെ ഒരു 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 നാണയത്തിന്റെ 2 തുട്ട് പോലെ, വിശ്വാസവും ശാസ്ത്രവും സത്യവും, ഇത് രണ്ടും. പലരും അതെ, പണ്ട് കാലങ്ങളിലൊന്നും ഇത് കണ്ണു പൂട്ടി വിശ്വസിച്ച വ്യക്തികളാണ്. പക്ഷെ ഇന്ന് കാലം മാറി. നമുക്കിത് കണ്ണും പൂട്ടി വിശ്വസിക്കുന്നതിലും അപ്പുറമായിട്ട് ചിലപ്പോൾ ശാസ്ത്രീയ സത്യങ്ങൾ, അതാണ് അപ്പോളജറ്റിക്സിന്റെ ഗുണം, അവിടാണ് കിടക്കുന്നത്. ന്യായം ചോദിക്കുന്നവനോട് പറയാൻ പറ്റണം, സംവാദിക്കാൻ പറ്റേണ്ടടുത്ത് സംവാദിക്കണം. ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ വചനത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ തന്നെയുള്ള പലരും തന്നെ എടുത്തിട്ടുള്ള ക്ലാസ്സിൽ ശാസ്ത്രീയപരമായിട്ടും മാനുസ്ക്രിപ്റ്റ്സ് പരമായിട്ടും ഒക്കെ ബൈബിളിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പെട്ടെന്ന് വായിക്കട്ടെ. Alone among many religious books in a scientific accuracy. ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഒരു പേര് പറയാമെങ്കിൽ, ഒരു വൈദ്യൻ എന്ന നിലയിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള ഫോട്ടോസിന്തസിന്റെ കാര്യമായിക്കൊള്ളട്ടെ, ഇതിൽ പറഞ്ഞിട്ടുള്ള ബ്ലഡിന്റെ കാര്യമായിക്കൊള്ളട്ടെ, ഇത് പറഞ്ഞിട്ടുള്ള ബ്ലഡിന്റെ ഡിഫറൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ബോൺ മാരോവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, സയന്റിഫിക് പ്രൂഫ്സോടെ അച്ചുതണ്ടിൽ കറങ്ങുന്ന കാര്യങ്ങൾ, മേഘം എങ്ങനെ ഉണ്ടാകുന്നു, വെള്ളം എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വെള്ളങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യാത്ത കാര്യങ്ങൾ, ബാക്കിയുള്ള ഇയ്യോബിന്റെ പുസ്തകം തൊട്ട് മറ്റ് പ്രവചനങ്ങൾ ഉൾപ്പെടെ അനേക ശാസ്ത്രീയ സത്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുകയാണ്. DNA കുറിച്ചുള്ള രേഖകൾ, ഒരു വ്യക്തിയുടെ അവനുള്ള ദിവസങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. ജനറ്റിക് ഇൻഫർമേഷനെ കുറിച്ച് പറയുന്നു. അബ്രഹാമിന്റെ കടിപ്രദേശത്ത് ലേവി ഉണ്ടായെന്ന് പറയുമ്പോൾ ജനറ്റിക് മേക്കപ്പിനെ കുറിച്ച് അവിടെ പറയുന്നു. വളരെ ശാസ്ത്രീയമായിട്ടുള്ള സത്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകം. അടുത്ത, അതർ ഏൻഷ്യന്റ് റിലീജിയസ് ബുക്സ് അബൗണ്ട് ഇൻ ഓബ്വിയസ് സയന്റിഫിക് എറേഴ്സ്, ബട്ട് ദ ബൈബിൾ മാനുസ്ക്രിപ്റ്റ്സിന്റെ 2 വാക്ക് പറയുകയാണെങ്കിൽ 24,000 മാനുസ്ക്രിപ്റ്റ്സ് ആണ് പുതിയ നിയമത്തെക്കുറിച്ച് പുസ്തക ചുരുളുകളായിട്ട് നമ്മുടെ കയ്യിലുള്ളത്, ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിലുള്ളത്. അതേസമയം ഈവൻ ഗ്യാപ്പുകൾ വെച്ച് പഠിക്കുവാണെങ്കിൽ പോലും നമ്മുടെ യോഹന്നാന്റെ ലേഖനം 17-ാം അധ്യായം 16-ാം അധ്യായം, അതിൻ്റെ അകത്തെ ഒരു വാക്യശകലം 125 AD പാപ്പിറസ് ഇന്നും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മ്യൂസിയത്തിന്റെ പേര് തെറ്റിക്കാണും, അറിയത്തില്ല. പക്ഷെ അവിടെ മ്യൂസിയത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ ബൈബിൾ എടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറ്, ഇത് എന്തൊരു പഴയ ഗ്രന്ഥമാണിത് എൻ്റെ കയ്യിൽ. കഴിഞ്ഞ ദിവസം ഇൻഡോളജിയുടെ കോൺഫറൻസ് നടന്നപ്പോൾ മലയാളത്തിന്റെ കൃതികളെക്കുറിച്ചും സംസ്കൃതത്തെക്കുറിച്ചും അതേപോലെ മലയാള ലിപികളെക്കുറിച്ചും ഒക്കെ ക്ലാസ്സുകൾ എടുക്കുവാനിടയായി തീർന്നു, മറ്റു വ്യക്തികളിൽ നിന്നും കേൾക്കുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം എബ്രായത്തിലും അരാമിക്കിലും ഗ്രീക്കിലും എഴുതിയ ഇതിന്റെ യഥാർത്ഥ ചുരുളുകൾ നമ്മുടെ കയ്യിലിട്ട് പൊടിഞ്ഞു പോയേനെ. പക്ഷെ അത് ഓരോ വാക്യശകലങ്ങളും അതിന്റെ ഓരോ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ അതിന്റെ ചന്ദ്രക്കല തൊട്ട് ആ കുത്ത് പറയുന്നത് വരെ ഒരു മാറ്റമില്ലാതെ രേഖപ്പെടുത്തി പോയ പുസ്തകമാണിത്. അതിൽ ഒരു തെറ്റ് വരുമ്പോൾ ആ പുസ്തക ചുരുൾ മൊത്തം അവർ കീറിക്കളയുമായിരുന്നു. എന്നിട്ട് ആദ്യം തൊട്ട് പിന്നെയും എഴുതി തുടങ്ങുമായിരുന്നു. അത്രയ്ക്ക് ക്ലിയർ ആയിട്ടാണ് ഇത് എഴുതിയത്.
അതുമല്ല, ഞാൻ പറഞ്ഞു, മറ്റ് മതഗ്രന്ഥങ്ങൾ എടുക്കുവാണെങ്കിൽ 8 മുതൽ ഹോമറിന്റെ ഗ്രന്ഥം, ഇലിയാദ് ഗ്രന്ഥം, മറ്റ് ഗ്രന്ഥങ്ങളിലെല്ലാം 8 മുതൽ 16 പഴയ പുസ്തക ചെരുവുകൾ മാത്രമേ ഉള്ളൂ. അതും വേദാസൊക്കെ പറയുന്നതും ഇപ്പം നമ്മുടെ മ്യൂസിയങ്ങളിൽ ഇരിക്കുന്ന ചുരുളുകളും തമ്മിൽ എന്താണ്ട് 1000 വർഷം, 800 മുതൽ 1000 വർഷത്തിന്റെ ഗ്യാപ്പുണ്ട്. പക്ഷേ യോഹന്നാൻ നമുക്കറിയാം 90 AD എഴുതിയ പുസ്തകമാണ്. അത് 125 എഴുതിയ കൈയെഴുത്ത് പ്രതി ഇന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വർഷമാ? കഷ്ടിച്ച് 20-30 വർഷത്തിന്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ പുസ്തക ചുരുളുകളും യഥാർത്ഥ പുസ്തകവും തമ്മിൽ. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ബൈബിളിന്റെ മഹിമ അത്രയ്ക്ക് വലുതാണ്. നമുക്ക് സമയമില്ലല്ലോ. അടുത്ത, ബൈബിൾ ഇസ് അക്കോർഡ് വിത്ത് മോഡേൺ ഹിസ്റ്ററി, ജിയോഗ്രഫി, ആർക്കിയോളജി ആൻഡ് സയൻസ്. അത് തന്നെ ഒരു ക്ലാസ്സാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ശാസ്ത്രീയമായിട്ടും ആസ്ട്രോണമിക്കലുമായിട്ടുള്ള കാര്യങ്ങളും അത് വെച്ച് നമ്മൾ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ, എന്തിന് കൂടുതൽ പറയുന്നു, ഭൂമി ഉരുണ്ടതാണെന്നുള്ള കാര്യം ബൈബിളിൽ അനേകം 1000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. പിന്നെ കോപ്പർനിക്കസ് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞ കാര്യം 1000 വർഷങ്ങൾക്ക് മുമ്പേ ബൈബിളിൽ രേഖപ്പെടുത്തിയ സത്യം. ഞാൻ മുന്നോട്ട് പോകട്ടെ. നോ അതർ ഏൻഷ്യന്റ് ബുക്ക് ഹാസ് ദിസ് ആക്യുറസി. ഞാൻ പറഞ്ഞു എഴുതുന്ന കാര്യത്തെക്കുറിച്ച്. നോ അതർ ഏൻഷ്യന്റ് റിലീജിയസ് ബുക്ക് കുഡ് വിത്ത്സ്റ്റാൻഡ് ദിസ് സ്ക്രൂട്ടണി. ഇത്രയ്ക്ക് പുസ്തകം അരിച്ച് പിറക്കി തെറ്റുകളും ഇതിന്റെ എല്ലാ ഗ്രീക്ക് ലിപികളിലുള്ളത്, അതുപോലെ എല്ലാ ലാറ്റിനിലുള്ള കൃതികൾ എല്ലാം വെച്ചും ഇന്നത്തെ ബൈബിളുമായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ച വ്യക്തികൾ പറയാം 127 ചെറിയ ചെറിയ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്സ് മാത്രമേ ഇന്നുള്ളൂ നമ്മുടെ കയ്യിലുള്ള ബൈബിളുമായിട്ട്. പക്ഷെ അത് യാതൊരു വിധത്തിലും ഡോക്ട്രിൻസുമായിട്ടോ യാതൊരു വിധത്തിലും പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. അതായത് ഒരു കഥയിൽ പറയുന്ന പോലെ ഇപ്പൊ എന്തെങ്കിലും ഒരു സെന്റൻസ്, ഓക്കെ ബസ് അങ്ങോട്ട് പോയി എന്ന് പറയുന്നത് ബസ് അങ്ങോട്ട് മെല്ലെ പോയി എന്ന് പറയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളൂ ഈ 1000 വർഷങ്ങൾക്കിടയിൽ. എനിവേ, ഇത് ബൈബിളിനെ കുറിച്ച് തന്നെ പറയുന്ന ചില കാര്യങ്ങളാണ്. യെരമ്യാവ് 23:29 പറയുന്നു, അത് ഒരു തീയിനോട് സമപ്പെടുത്തി പറയുന്നു, അത് തന്നെ ഒരു ചുറ്റികയോട് സമപ്പെടുത്തി പറയുന്നു. ഇതെന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വചനം കയ്യിലെടുക്കുമ്പോൾ ഈ രീതിയിൽ വചനം നമ്മളോട് ഇടപെടേണ്ട അത്യാവശ്യകതയുണ്ട്. ഈ രീതിയിൽ വചനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം വചനം പഠിക്കുവാനായിട്ട്. ഈ വചനത്തിൽ മാത്രമേ ഉള്ള ഇന്റേണൽ കോൺഗ്രുവിറ്റി എന്ന് പറയും. അതായത് ഈ പുസ്തകത്തിനകത്ത് തന്നെ പുസ്തകത്തിന് ചേർന്ന കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്തിയിരിക്കണം. ഇത് ദൈവവചനം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ മാത്രമല്ല ദൈവവചനം, പക്ഷെ പറഞ്ഞിരിക്കുന്ന വള്ളി പുള്ളി വിടാതെ എല്ലാം ദൈവവചനം തന്നെയാണ്. അതിൽ ക്രിയേഷൻ, ആരോ പറഞ്ഞു ഉൽപ്പത്തി 1:1 വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് ബൈബിൾ പഠിക്കാൻ പറ്റത്തില്ല. ഉൽപ്പത്തി വിശ്വസിക്കാത്തൊരു വ്യക്തിക്ക് അടുത്ത പുസ്തകങ്ങൾ ഒന്നും വായിക്കാനേ പറ്റത്തില്ല. ആ ഉൽപ്പത്തി 1:1 തന്നെയാണ് നമ്മുടെ ആധാരവും. ആദിയിൽ ദൈവം. ഇന്നത്തെ ശാസ്ത്രം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് വളരെയധികം അത്യാവശ്യമാണ്. ഇന്ന് സയൻസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ creation.com എന്ന് പറയുന്ന ഒരു സൈറ്റിൽ പോവുകയോ അല്ലെങ്കിൽ ക്രിയേഷൻ റിസർച്ച് സയന്റിസ്റ്റിന്റെ സൈറ്റിൽ പോവുകയോ നമുക്ക് അവരുടെ ബുക്കുണ്ട്, ചില വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് ഒരു കോപ്പി കിട്ടും. എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്, അതിപ്പം ലാപ്ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് പറ്റത്തില്ല. അതിനകത്ത് ഓരോ ജീവിയും എങ്ങനെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും അത് എവല്യൂഷൻ അല്ല ക്രിയേഷൻ ആണ് എന്ന് കാണിക്കുന്ന ശാസ്ത്രീയമായ തെളിവുകളുള്ള പുസ്തകങ്ങളാണ്. വെബ്സൈറ്റിൽ ഈസിലി അവൈലബിൾ ആണ്. എനിവേ, അത് സങ്കീർത്തനം 119:105 വായിക്കുന്നു, ഇത് നമ്മുടെ വഴി നടത്തുന്ന കാലിനൊരു ദീപമാണ് എന്നുള്ള കാര്യം. 1 പത്രോസ് 2:2 പറയുന്നു മായമില്ലാത്ത പാലാണെന്ന്. എബ്രായലേഖനം 4:12 പറയുന്നു സന്ധ്യമേജസ്സുകളെ വേർപിരിക്കത്തക്കവണ്ണം ഇരുവായ് തലയുള്ളൊരു വാളാണെന്ന്. അതെ, നമുക്കിത് മനസ്സിലാക്കിയാൽ മാത്രമേ ബൈബിൾ എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനും പറ്റത്തുള്ളൂ. ഇതൊരു കഥാബുക്ക് എന്ന് പറഞ്ഞ് പലരും ചെയ്യുന്ന കാര്യമാണ്, നമ്മളും ചെറുപ്രായത്തിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് കുട്ടികളുടെ കഥാപുസ്തകം എന്ന നിലയിൽ ബൈബിൾ കൊടുക്കാറുണ്ട്. ഇന്നൊരു ELSലോ OMലോ പോയിക്കിട്ട് കുട്ടികളുടെ ബൈബിൾ എന്നും പറഞ്ഞ് അവിടെ കുറെ കഥകൾ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, ബൈബിൾ കഥകൾ. അത് ചെറുപ്രായത്തിലെ കുട്ടികൾക്ക് ഇത് കഥയായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ വളർന്നു വരുമ്പോഴും അതൊരു കഥ തന്നെയാണ്. നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ വായിക്കാൻ പറ്റുന്ന പ്രായത്തിൽ കൊടുത്താൽ മതി. 3, 4, 5 പ്രായമാകുമ്പോഴത്തേക്ക് വചനം വെച്ച് വായിക്കാൻ പറ്റുന്ന വലിയ ലിപികളിലുള്ള ഒരു ബൈബിള് തന്നെ അവരുടെ കയ്യിൽ കൊടുക്കണം. ഇതൊരു കഥാപുസ്തകം അല്ല എന്ന് കുട്ടികൾ മനസ്സിലാവേണ്ട കാലം കഴിഞ്ഞു. അല്ല എങ്കിൽ എവല്യൂഷൻ്റേത് തിയറിയാണെന്നും സിദ്ധാന്തമാണെന്ന് പറയുകയും ചെയ്യുമ്പോഴും അതേ നമ്മൾ പറയുന്ന ഈ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടാത്തെന്ന് മറ്റുള്ളവർ പറയുന്ന ഈ ക്രിയേഷനെ കുറിച്ച് അവർക്ക് പിന്നെയും അത് കഥ തന്നെയായിട്ട് ഇരിക്കും.
ഹെർമെന്യൂട്ടിക്സ് എന്ന വാക്കിലോട്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചെല്ലട്ടെ. കഴിച്ചാൽ പൊട്ടാത്തൊരു വാക്കാണ് ഹെർമെന്യൂട്ടിക്സ്. വേദ വ്യാഖ്യാന ശാസ്ത്രം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇത് തന്നെ വർഷങ്ങൾ പഠിച്ചാൽ ശരിയാവാത്തൊരു കാര്യമാണ്. 3 വർഷമേലും വേണം. ഞാനത് പഠിച്ചിട്ടില്ല, ഞാനൊരു തുടക്കക്കാരൻ മാത്രമാണ്. ഇത് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അതായത് വചനം എങ്ങനെ വായിക്കണം, വചനത്തിൽ നിന്ന് എങ്ങനെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഇറ്റ് ഹാസ് റൂൾസ്. അതുകൊണ്ടാണ് സയൻസ് എന്ന് പറഞ്ഞത്. ശാസ്ത്രത്തിന് എപ്പോഴും റൂൾസ് ഉണ്ട്. അതെ, ഹെർമെന്യൂട്ടിക്സ് ഒരു ശാസ്ത്രം തന്നെയാണ്. അതിന് ചില പ്രത്യേക റൂൾസ് കൊടുത്തിട്ടുണ്ട്. അതെ, അതൊരു ആർട്ടാണ്. അതെ, നമുക്കറിയാം, ഒരു പടം വെച്ചിരിക്കുന്ന വ്യക്തിക്ക് റൂൾസ് കൊടുക്കാൻ പറ്റത്തില്ല, പ്രസംഗിക വ്യക്തിക്ക് ഒരു റൂൾസ് കൊടുക്കാൻ പറ്റത്തില്ല. അതെ, ഒരു കലാകാരന് കവിത എഴുതുവാൻ റൂൾസ് കൊടുക്കാൻ പറ്റത്തില്ല അവന്. എന്ന് പറഞ്ഞതുപോലെ തന്നെ വചനവും അതേ രീതിയിൽ തന്നെ നമുക്ക് റൂൾസ് മാത്രം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ അകത്ത് ദൈവികമായിട്ട് ഇടപെടലുകളും വ്യക്തി സ്വാതന്ത്ര്യത്തോടു കൂടെ പഠിക്കുവാനും അതേ ദൈവത്തിൽ നിന്നുള്ള ഇടപെടലുകളും കൂടെ ഉള്ള ഒരു ശാസ്ത്രമാണ് ഈ ഹെർമെന്യൂട്ടിക്സ് എന്ന് പറയുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ജസ്റ്റ് ഒരു വാക്കിലൊന്ന് പറഞ്ഞു പോകട്ടെ. 39 പുസ്തകങ്ങൾ, 929 ചാപ്റ്ററുകൾ. അതിന്റെ വാക്യങ്ങളിലോട്ട് ഞാൻ കിടക്കുന്നില്ല. എബ്രായയിലും അരാമിക്കിലും എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളാണ് അതിൻ്റെ അകത്ത് ഉള്ളടക്കമായിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ലോ ഉണ്ട്, ന്യായ പുസ്തകമുണ്ട്, ഹിസ്റ്ററി ഉണ്ട്, അതിൻ്റെ അകത്ത് പോയട്രി ഉണ്ട്, പ്രോഫസീസ് ഉണ്ട്. ന്യൂ ടെസ്റ്റമെന്റിൽ 27 പുസ്തകങ്ങൾ, 260 ചാപ്റ്ററുകൾ. ഗ്രീക്ക് ലാംഗ്വേജിലാണ് മെയിൻ എഴുതിയിട്ട്, പക്ഷെ കർത്താവ് പറഞ്ഞ ചില ലാംഗ്വേജസ് അരാമിക്കിലൂടെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോസ്പെൽസ് ഉണ്ട്, സുവിശേഷങ്ങളുണ്ട്, ചരിത്രമുണ്ട്, അവിടെ കുറെ ലേഖനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെ, അവിടെ വെളിപ്പാട് പ്രവചനം ഉണ്ട്. ഞാൻ എന്താണ് ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വചനം പഠിക്കുമ്പോഴും ഇത് പിറകിൽ വെച്ച് വേണം തന്നെ ഇത് ഉപയോഗിക്കുവാനായിട്ട്. കാരണം പോയട്രി ഉള്ള ആ സോങ് ഓഫ് സോളമൻ ആയിക്കൊള്ളട്ടെ, പോയട്രി എഴുതിയ പ്രോവേർബ്സ് ആയിക്കോട്ടെ, സങ്കീർത്തനങ്ങളുടെ എല്ലാം നമുക്ക് ലിറ്ററലി എടുക്കാൻ പറ്റത്തില്ല. കാവ്യ സ്വാതന്ത്ര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ വചനങ്ങളും ആ വാക്യങ്ങളും പഠിക്കുവാനായിട്ട്. അതെടുത്ത് നമ്മൾ അറുത്ത് കീറി നുറുക്കി അതിന്റെ ഗ്രീക്ക്, അതിന്റെ ഹീബ്രു, അതിന്റെ വൾഗ, അത് ഇതെന്ന് പറഞ്ഞ് അതിൽ പോകാൻ പലപ്പോഴും സങ്കീർത്തനങ്ങളിൽ പറ്റത്തില്ല. അത് പലപ്പോഴും അത് തെറ്റായ വ്യാഖ്യാനത്തിലോട്ടൊന്ന് മാറിപ്പോകുവാനും സാധ്യതയുണ്ട്. സ്ലൈഡ് ഇത്ര ചെറുതാണ്. 3 സ്റ്റെപ്സ്, 3 സ്റ്റെപ്പാണ് ഹെർമെന്യൂട്ടിക്സിലുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് ഒബ്സർവേഷൻ, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. ആദ്യമായിട്ടൊരു നിരീക്ഷണമാണ്. ഇതിനെക്കുറിച്ച് ഉള്ള നിരീക്ഷണത്തിൽ പറയുന്നത് ഒബ്സർവേഷൻ. ഇതിൽ ആദ്യം എഴുതിയേക്കുന്ന സെന്റൻസ് മലയാളത്തിലാക്കാൻ ഇച്ചിരി പാടുപെടും. അതായത് എന്താണോ എഴുതിയ വ്യക്തി എഴുതിയ സമയത്ത്, എഴുതിയ ജനങ്ങളോട്, എഴുതിയ സ്ഥലത്ത്, എഴുതിയ സാഹചര്യത്തിൽ പറഞ്ഞതെന്താണ്. പറഞ്ഞ മനസ്സിലായോ? അതായത് അന്ന് നമ്മളിപ്പോൾ രൂത്തിന്റെ പുസ്തകം എടുത്തു. അപ്പൊ രൂത്തിന്റെ പുസ്തകം എടുക്കുമ്പോൾ എഴുതിയ വ്യക്തി ആർക്ക്, അതായത് അന്നത്തെ കാലത്ത്, എന്താണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് ആ വ്യക്തി ആർക്കാണത് എഴുതിയെന്നും ആ എഴുതിയപ്പോൾ ഉദ്ദേശിച്ചത് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒബ്സർവേഷൻ. അത് അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത് ആ താഴെ പറയുന്നത് ദ പീപ്പിൾ, ദ പ്ലേസ്, ദ ഇവന്റ്സ്. അതായത് നമ്മൾ വചനം പഠിക്കുമ്പോൾ ഒരു സ്റ്റഡി ബൈബിൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓരോ പുസ്തകത്തിനും എന്തിനെഴുതി, അത് നമുക്ക് മിക്ക മലയാള പുസ്തകങ്ങളിൽ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുൻവശത്തെ ഒരു പേജ് അതിനു വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്. ഇതാരെഴുതി, എപ്പോൾ എഴുതി, ആർക്കു വേണ്ടി എഴുതി, എന്തിനെഴുതി എന്നുള്ള കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അനേക നാളുകളുടെ പഠനങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ എഴുത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. ചെറിയ ബേസിക് ലെവലായിട്ട് പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് ഒരു 1/2 പേജിനുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഓരോ പുസ്തകം, ഇപ്പം 2 പത്രോസ് എന്തിനാ എഴുതിയേ? 2 പത്രോസ് എന്ന പുസ്തകം എന്ന ലേഖനം എന്തിനെഴുതിയതാ? ആർക്കെഴുതിയതാ? 2 പത്രോസ്. പലർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളൊക്കെ ബ്രദറൻ സമൂഹത്തിൽ ചില്ലത ഉള്ളതാണ്, മിണ്ടാതെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് അതായത് മിക്കവാറും എഴുതിയിരിക്കുന്നത് അത് കഷ്ടം അനുഭവിക്കുന്ന ഒരു സഭയ്ക്ക് എഴുതിയിരിക്കുന്നതാണ്. അപ്പം ചെതറിപ്പാർക്കുന്ന അവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ കഷ്ടം സഹിക്കുന്നതിനെ കുറിച്ചും, അതുപോലെ ഈ 1 പത്രോസിൽ എഴുതിയിരിക്കുന്ന മൊത്തം ആ കഷ്ടം സഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ആ കഷ്ടം സഹിക്കുമ്പോൾ ഞാനും പത്രോസായ ഞാനും ഒരു സഹമൂപ്പനാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മൂപ്പന്മാർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് ചില കാര്യങ്ങൾ. 2 പത്രോസിലോട്ട് വരുമ്പോഴത്തേക്കും ദുരുപദേശമുള്ള ആൾക്കാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവർ കൗശലക്കാരാണ്, അവരെങ്ങനെ നുഴഞ്ഞു കയറും എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്.
അത് മനസ്സിലാക്കിയാൽ മാത്രമേ 3-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്കും 2-ാം വരവിനെ കുറിച്ച് എന്തിനു പറഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാവും. ചിലർ പറയുന്ന പോലെ കർത്താവിന്റെ വരവ് താമസിച്ചു പോയി എന്ന് ചിലർ പറയുന്ന പോലെ എന്നെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ 1 പീറ്റർ 2 പീറ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാനിടയാകണം. ആരെഴുതി, എന്തിനെഴുതി എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതാണ് ആ ഒബ്സർവേഷൻ. ഒരു വാക്യം ഒരിക്കലും ആ വാക്യം മാത്രം അടർത്തിയെടുക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഒരു വാക്യം എടുക്കുമ്പം, ഞാൻ ഒരു ബൈബിളിലൊരു വാക്യം കൊടുത്തിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് പലർക്കും പല രീതിയിലുള്ള പ്രകാശനം കൊടുക്കുന്നതനുസരിച്ചാണ് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത്. മലയാളത്തിൽ പ്രകാശനം എന്ന് വെച്ചാൽ എന്താ? പ്രകാശനം നമുക്കൊരു വെളിപ്പെടുത്തൽ, കറക്റ്റ്, വെളിപ്പെടുത്തൽ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വെളിപ്പെടുത്തൽ എന്ന് വെച്ചാൽ അതെ, നമ്മളൊരു വചനം വായിക്കുമ്പോൾ ഒരേ വാക്യത്തിൽ നിന്ന് പലർക്കും പല രീതിയിലായിട്ട് വെളിപ്പെടുത്തും. പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേക്ക് മീനിങ് ടോട്ടലി ഡിഫറെൻ്റാണ്. ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ സ്പിരിറ്റ് എന്നാണ്. അതായത് ദൈവം കൊടുത്തിരിക്കുന്ന ആ കൃപാവരങ്ങളുടെ പല രീതിയിലുള്ള ഔട്ട്വേർഡ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്, വാക്യം വായിക്കുമ്പം അതിന്റെ കോണ്ടെക്സ്റ്റ് നോക്കണം. ആ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് വേണം അതിന്റെ മുന്നിലത്തെ വാക്യം പിറകിലത്തെ വാക്യം മനസ്സിലാക്കണം. ചിലപ്പോൾ ആ ചാപ്റ്റർ മൊത്തമായിട്ടൊന്ന് നോക്കേണ്ടി വരും. ചിലപ്പം ചാപ്റ്റർ മാത്രമല്ല, ആ പുസ്തകം മൊത്തമായിട്ട് നോക്കിയാൽ മാത്രമേ ആ ഒരു വാക്യത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതാണ് ആദ്യം പറഞ്ഞ ഒബ്സർവേഷൻ. ഒന്ന് ഒബ്സർവ് ചെയ്യുവാണ്. നമുക്കറിയാം, നമ്മൾ ഇവിടത്ത് വരും, നമ്മൾ ചുറ്റുവട്ടം ഒന്ന് നോക്കുവാണ്. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇതിന്റെ ശബ്ദം എവിടെയൊക്കെ ചെല്ലുന്നുണ്ട്, ഇവിടെ ആരൊക്കെ എങ്ങനത്തെ രീതിയിലെ കൾച്ചറിലെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്, ആർക്കൊക്കെ ഈ പ്രസംഗം കേൾക്കാൻ സാധ്യതയുണ്ട്, എങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ പറ്റും എന്നുള്ളതൊന്ന് കയറി വരുമ്പോൾ ഒരു ഏറുകണ്ണിട്ട് നോക്കുന്നതും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഗാന്ധി പാർക്കിൽ പ്രസംഗിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് ജനം എഴുതുന്ന സമയത്തും. ആ ഒബ്സർവേഷനാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. ഇന്റർപ്രിട്ടേഷൻ, ഇത് ആണ് നമ്മൾ ഒരു ഒബ്സർവേഷൻ നടത്തി ഇതിനെക്കുറിച്ച്, ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഒബ്സർവേഷൻ നടത്തി കഴിഞ്ഞു. ഒരു നിരീക്ഷണം നടത്തിയിട്ട് നമ്മൾ ഒബ്സർവേഷൻ, അതായത് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞത് പഴയ ഗ്രന്ഥകാരൻ, ആ ഗ്രന്ഥകാരൻ പഴയ കാലത്ത് പഴയ ജനത്തോട് പഴയ ഭാഷയിൽ എന്താണ് എഴുതിയത്. പക്ഷെ അടുത്തത് വെച്ചാൽ എന്താണ് ഉദ്ദേശിച്ചത്. ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഇന്റർപ്രിട്ടേഷനിലോട്ട് പോവാണ്. അതായത് പൗലോസിന്റെ ഒരു ലേഖനം എടുക്കുമ്പോഴത്തേക്കും അവിടെ പത്രോസിനോട് ഞാൻ എതിർത്തു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെ 3-ാം സ്വർഗം വരെ ഞാൻ എടുക്കപ്പെട്ടു, എന്തുവാണ് അവിടെ അതിന്റെ മീനിങ് എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ഉള്ളത്. ഇവിടെ പക്ഷേ നമുക്ക് ചുമ്മാ കയറി ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ആക്ച്വലി ഹെർമന്യൂട്ടിക്സ്, നമ്മൾ അതിന്റെ ഹിസ്റ്ററി അറിയാൻ പറ്റണം. ആ കാലഘട്ടത്തെക്കുറിച്ച് ചിലപ്പോൾ ആവശ്യം വരും. ഇപ്പം യോനയെ കുറിച്ച് പറയാൻ നേരം ആ നിനിവയെക്കുറിച്ചും തർശീഷിനെ കുറിച്ചും നമുക്ക് പഠിക്കേണ്ടി വരും. ചിലപ്പം നിനിവയിലെ ആൾക്കാരുടെ ചരിത്രത്തിൽ പറയുന്ന കാര്യമാണ്, അവർ വളരെ ക്രൂരന്മാരായിരുന്നു. അവര് തല വെട്ടി, അവര് ആ തലയെ ചുരുക്കി അവരുടെ വീടുകളുടെ മതിലിന്മേൽ കുത്തിവെക്കുന്ന അത്രയും ദ്രോഹികളായിരുന്നു. അത് മാല പോലെ അണിയാൻ പറ്റുന്നവരായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ യോനയ്ക്ക് പോലും നിനവേ പോയി ഇത് പറയണമെന്ന് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. അത്രയ്ക്ക് ക്രൂരന്മാരും ദുഷ്ടന്മാരുമായിരുന്നു. അവർ രക്ഷിക്കപ്പെടണമെന്ന് യാതൊരു ആഗ്രഹവും യോനയ്ക്കില്ലായിരുന്നു എന്ന മട്ടിലാണ് യോന അവിടെ പ്രവർത്തിച്ചത്. ശരിയാണ്, ആ ചരിത്രം പഠിച്ചാൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ യോനെ കുറ്റം പറയാൻ തയ്യാറാണ്. പക്ഷെ ചരിത്രം ഒന്ന് നോക്കണം. എങ്ങനത്തെ വ്യക്തികളായിരുന്നു അന്ന് ആ നിനവയിൽ പാർത്തോണ്ടിരുന്നത്. കാനിബോൾസ് ആയിരുന്നു അവർ ആ രീതിയിൽ പഠിച്ചു വരുന്നത്. ആ ഇപ്പം ഇവിടെ സ്മിർണ സഭയെക്കുറിച്ച് പറയുമ്പം നമ്മൾ പറയുന്നുണ്ട്, സ്മിർണ എന്ന് വെച്ച ആ വാക്കിന്റെ അർത്ഥത്തോട്ട് നമ്മൾ പോകേണ്ടി വരും. ആ വാക്കിന്റെ അർത്ഥം മൂരെന്നാണ്. മൂര്, അതായത് ഈ കുന്തിരിക്കം പോലുള്ള. അപ്പൊ മിർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മിർ, മലയാളത്തിൽ മൂരൽ അല്ലേ? അത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഗന്ധമുണ്ട്. അത് കത്തിച്ചാലേ സുഗന്ധം വരത്തുള്ളൂ. അപ്പൊ ആ സ്മിർണ സഭയെ കുറിച്ച് പറയുമ്പോൾ അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ആ സഭയിലും അവിടെ ഒരു കുറ്റം പോലും പറയാൻ ആ സഭയ്ക്കില്ല. ആ സ്മിർണയുടെ സാഹചര്യം പഠിക്കേണ്ടി വരും. അവിടെ പന്തങ്ങളിലും മനുഷ്യരെ ചുറ്റി കത്തിച്ച് നിലവിളക്കാക്കി നിർത്തിക്കൊണ്ടിരുന്ന സമയവും കാലഘട്ടത്തിലുമാണ് ആ സ്മിർണ സഭയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അവിടെ ആണെങ്കിൽ പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ സിംഹത്തിന് എറിഞ്ഞു കൊടുക്കുകയും അമ്മയെ അത് കാഴ്ചക്കാരിയാക്കി നിർത്തിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് അത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് എഴുതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വീടിനടുത്ത് ഒരു ക്രിസ്ത്യാനി ഉണ്ടായെങ്കിൽ ആ ക്രിസ്ത്യാനിയെ ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാണെങ്കിൽ ആ ക്രിസ്ത്യാനിയുടെ വസ്തുവകകൾ മൊത്തം എൻ്റേതായി തീരുമായിരുന്നു.
അത് കാരണം എല്ലാവരും ഓടി നടന്ന് ക്രിസ്ത്യാനികളെ കണ്ടുപിടിച്ച് അധികാരികൾ കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടം. അതെ, ആ ചരിത്രം മനസ്സിലാക്കിയിട്ട് ആ സ്മിർന സഭയെ കുറിച്ചിരിക്കുന്ന പാഠം പഠിക്കുമ്പോഴത്തേക്കും അതെ ഒരു യഥാർത്ഥത്തെ ഒരു മിർ പോലെ അത് കത്തിയെരിയുമ്പോൾ ഉണ്ടാകുന്ന സുഗന്ധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുന്നോട്ട് പോകട്ടെ. അണ്ടർസ്റ്റാൻഡിങ് ദ ഹിസ്റ്ററി, അണ്ടർസ്റ്റാൻഡിങ് ദ ലിറ്ററേച്ചർ. നമ്മൾ വചനം വായിക്കുമ്പോൾ അത് തന്നെ ലിറ്ററേച്ചർ തന്നെ പല കാര്യങ്ങളാണ്. ഏത് ഭാഷയിലാണ് അത് ആദ്യം എഴുതിയത്? ഗ്രീക്ക് അതാണ് ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷും മലയാളമാണ് ഇപ്പോൾ നമുക്കറിയാവുന്നത്. നമ്മൾ പ്രസംഗിക്കുന്ന എല്ലാ വ്യക്തികളും ചെയ്യേണ്ടതും ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യം അതിൻ്റെ 2 ഭാഷകളും വെച്ചൊന്ന് വായിച്ചു നോക്കണം. പലപ്പോൾ ഒരു ചെറിയൊരു കാര്യം പറയുവാണെങ്കിൽ തന്നെ ഈ വാക്യങ്ങൾ എഴുതിയതൊന്നും നമ്മൾ എഴുതിയ പോലെ നമുക്കിപ്പം കാണുന്ന പോലെ ഒന്നും അല്ലായിരുന്നു വാക്യങ്ങൾ അന്ന് പത്രോസും പൗലോസും ഒന്നും എഴുതിയത്. അവർ വാക്യങ്ങളിൽ ഒരു ചാപ്റ്റർ മൊത്തം അങ്ങ് എഴുതുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം ചിലപ്പം തുടങ്ങി വെച്ചിട്ട് പിന്നെ അത് അവസാനിപ്പിക്കുന്നത് 2 പേജ് കഴിഞ്ഞിട്ടായിരിക്കും. അതിൻ്റെ നടുക്ക് മുഴുവൻ ബ്രാക്കറ്റിലായിരിക്കും. ഇപ്പം ഞാൻ പറയുന്നു, ഓക്കെ, ഇന്ന് ഞാൻ തിരുമല സഭയിൽ പോയി, എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. പക്ഷെ ആ തിരിച്ചു പോയതിനിടയിൽ ഞാൻ ചിലപ്പോൾ സഭയെക്കുറിച്ചുള്ള വിവരണം ഞാനവിടെ സഭ വളരെ മനോഹരമാണ്, ആ സഭയെക്കുറിച്ച് ഇന്ന മൂപ്പന്മാരാണ്, ഇന്ന കാര്യങ്ങളാണെന്ന് ചിലപ്പോൾ ഞാൻ ബ്രാക്കറ്റിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. തിരിച്ചു വന്നു എന്നുള്ള കാര്യം ഞാൻ 3-ാമത്തെ പേജിൽ എഴുതിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഓർക്ക് ഇതെന്താ ഇതിങ്ങനെ പറ്റിയേക്കുന്നത്? എഴുതുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഉൽപ്പത്തി 1-ാം അധ്യായം വായിക്കുമ്പോൾ 1:26 എന്തോ വായിക്കുന്നത്? ഉൽപ്പത്തി 1:26 പറയുന്നത് നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം. അതായത് ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്ന കാര്യം 1:26 തന്നെ പറഞ്ഞിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നെ 2-ാം അധ്യായത്തിൽ പിന്നെയും മനുഷ്യനെ ഉണ്ടാക്കുക. 1 പറയുന്നുണ്ട് ഇല്ലേ, നമുക്ക് നമ്മുടെ വി ഷാൽ മേക്ക് മാൻ ഇൻ അവർ ഇമേജ്. പക്ഷേ അത് 1:26 പറഞ്ഞു കഴിഞ്ഞു, എല്ലാം നല്ലതെന്ന് പറഞ്ഞു, എല്ലാം ചെയ്തു കഴിഞ്ഞു. പിന്നെ 2-ാം അധ്യായത്തിൽ പിന്നെയും പറയുന്നു ആദാമിനെ ഉണ്ടാക്കിയ കാര്യം, ഹൗവയെ ഉണ്ടാക്കിയ കാര്യം. 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞു നീ പോയി പെറ്റ് പെരുക എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം പിന്നെ അതാരോടാ? അവർ 2 പ്രാവശ്യം മനുഷ്യനെ ഉണ്ടാക്കിയോ? അത് തന്നെയാണ് കത്തോലിക്ക സഭയും വേറെ ചില സഭകളിൽ ചില പഠിപ്പീരുകൾ അങ്ങനെ ഉണ്ട്. അതായത് മനുഷ്യൻ 2 ടൈമിൽ ദൈവം മനുഷ്യരെ ഉണ്ടാക്കിയെന്ന്. ലില്ലിപ്പുട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഉണ്ടാക്കി, എന്നിട്ട് ആ സ്ത്രീയിൽ നിന്ന് കുറെ മനുഷ്യരുണ്ടായി. തെറ്റായ പഠിപ്പീരുകൾ ഈ ഒരു അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ടാണ്. കാരണം അന്ന് കാലങ്ങളിൽ ദൈവവചനം എഴുതുമ്പോഴെല്ലാം ആദ്യമായിട്ട് പറയുമ്പം തന്നെ ഒരു ഇൻട്രഡക്ഷൻ പോലെ കാര്യം പറഞ്ഞിട്ട് പിന്നെ 2-ാമതും 3-ാമതും വരുമ്പോഴായിരിക്കും ആ കാര്യത്തെ എക്സ്പാൻഡ് ചെയ്ത് പറയുവാണ്. അതൊരു നിയമമാണ്. അതാണ് ഞാൻ പറഞ്ഞ ഹെർമെനൂട്ടിക് ഇറ്റ്സ് എ സയൻസ്. ഇറ്റ് ഹസ് ഗോട്ട് റൂൾസ് ടു ഇന്റർപ്രറ്റ് ദ ബൈബിൾ. അതായത് 2 പ്രാവശ്യം മനുഷ്യനെ ഒന്നും ഉണ്ടാക്കിയില്ല, 2 പ്രാവശ്യം അവയെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ ആദ്യം പറഞ്ഞ കാര്യത്തെ വളരെ വിപുലീകരിച്ച് 2-ഉം 3-ഉം അധ്യായത്തിലോട്ട് കടന്നു വരികയാണ്. വചനത്തിന്റെ തത്വം മനസ്സിലാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നേരത്തെ പറഞ്ഞ ഗ്രാമർ, ലിറ്ററേച്ചറിന്റെ ഗ്രാമർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം പറഞ്ഞ വാക്യം ഉൽപ്പത്തി 1:1. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം. ആ ദൈവം എന്ന് പറയുന്നത്, ദൈവം എന്ന വാക്ക് പ്ലൂറലിലാണ് ഉപയോഗിച്ചേക്കുന്നത്, സിംഗുലർ ആയിട്ടല്ല അത് ഉപയോഗിച്ചേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഉൽപ്പത്തി 1:26 വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ കാണുന്നത് നമുക്ക് അവിടെയും പിന്നെയും പ്ലൂറൽ എന്ന വാക്ക്. അതാണ് തൃത്വത്തെ കുറിച്ച് പഠിപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഈ ഗ്രാമർ അറിയാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം ഒന്ന്, ദൈവം ഏകനാകുന്നു എന്ന് പറയുമ്പോൾ ആ ഏകത്വത്തിൽ തന്നെ ബഹുത്വം കിടപ്പുണ്ട് ആ വാക്കിൻ്റെ അകത്ത്. അതാണ് പറഞ്ഞ ഗ്രാമറും അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ. ഇതറിയാം, ഇതെല്ലാം വളരെ തലയുടെ മണ്ടേ കൂടെ ഒക്കെ പോകുന്നത് പോലെ ഇവരൊക്കെ ആയിരിക്കാം. പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞു വരുന്നത് ഹെർമെനൂട്ടിക്സ് പഠിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ പര്യായ പദങ്ങളുണ്ട് അല്ലേ? പാപത്തിന് എന്തൊക്കെയാണ്? അകൃത്യം എന്ന് പറയാം അല്ലേ? പിന്നെ തെറ്റായ ഒരു കാര്യം നമ്മൾ പല രീതിയിൽ പറയും. എന്നിട്ട് പക്ഷേ നമ്മൾ ഗ്രീക്കിലോട്ട് വരുമ്പം ആ പദത്തിന് തന്നെ പല പ്രത്യേക വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സന്ദർഭമായിട്ട് തന്നെ അത് ഉപയോഗിക്കുകയാണ്. ഇപ്പം ലവ് എന്ന വാക്ക് തന്നെ, സ്നേഹം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഞാൻ നിന്നെ പ്രേമിക്കുന്നു, ഞാൻ നിന്നോട് പ്രിയം കാണിക്കുന്നു എന്നൊക്കെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പോലും അത് ഗ്രീക്കിന്റെ ഇമ്പോർട്ടൻസിലോട്ട് വരുമ്പോൾ ആ വാക്കിന് അഗാപ്പെ ലവ്, അതിന് തത്വമായിട്ട് മലയാളം ഒരു വാക്കില്ല.
അൺകണ്ടീഷണൽ ലവ് എന്ന് നമ്മൾ ചേർത്ത് പറയുമ്പോൾ ആ അഗാപ്പെ ലവ് എത്തി. അല്ലെ സ്റ്റുർജിയോസ് എന്ന് പറയുന്ന വാക്ക്, ഇറോസ് എന്ന് പറയുന്ന എറോട്ടിക്, ശാരീരികമായിട്ടുള്ള ബന്ധം, ആ സ്നേഹം, അതാണ് ലൗകികമായ നിലയിലുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ ഒരു ബൈബിളിലെ സ്നേഹം എന്ന് മാത്രം ഉപയോഗിക്കുമ്പോൾ, പക്ഷേ യഥാർത്ഥ ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഇതിന്റെ ഗ്രീക്ക് എന്തുവാണ് അവിടെ, സ്റ്റുർജിയോ എന്ന് പറയുന്ന വാക്ക്, അല്ലെ ഫിലിയോ, സ്നേഹിതന്മാർ തമ്മിലുള്ള അല്ലെ കുടുംബത്തിലുള്ള സ്നേഹം പോലുള്ള വാക്കാണോ ഉപയോഗിച്ചേക്കുന്നത്. പൗലോസ് പലപ്പോഴും ആ ഫിലിയോ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം സഹോദര സ്നേഹം കാണിക്കുവാനായിട്ട്, സഹോദരന്മാർ തമ്മിലുള്ള ആ സമ്പർക്കം കാണിക്കുവാനായിട്ട്. അഗാപ്പെ ലവിനെ കുറിച്ച് അവിടെ ഭർത്തൃഭാര്യ ബന്ധത്തിനകത്ത് കർത്താവുമായിട്ടുള്ള സ്നേഹം കാണിക്കുമ്പോൾ അതവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഭർത്താക്കന്മാരെ നിങ്ങളെ ഭാര്യമാരെ സ്നേഹിക്കുക എന്ന് പറയുമ്പം തന്നെ ആ സ്നേഹത്തിന്റെ അകത്ത് ആക്ച്വലി സ്റ്റുജിയോ ലവ്, ഫിലിയോ അല്ലെങ്കിൽ ഇറോട്ടിക്, അഗാപ്പെ, ഈ ഇത്രയും വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രമാറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഇൻ സ്റ്റഡിയിങ് ദ ബൈബിൾ, ഇന്റർപ്രിട്ടേഷൻ, അണ്ടർസ്റ്റാൻഡിങ് തിയോളജി. അത് വളരെ പ്രധാനമാണ്. അത് വളരെ വിപുലമായിട്ടൊരു സബ്ജക്റ്റാണ്, അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഏതൊക്കെ ഡിസ്പെൻസേഷനാണ്, ഏതൊക്കെ കാലയളവും കൃപായുഗങ്ങളുമാണ്, എങ്ങനെയൊക്കെയാണ് കൃപായുഗങ്ങളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ എങ്ങനെ വായിക്കണം എന്നുള്ള ഇമ്പോർട്ടൻസ്. അബ്രഹാമിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് നമുക്കുണ്ടോ, അല്ലെ ഇസ്രായേലിനോട് പറഞ്ഞ കാര്യം ഇന്ന് നമുക്കുണ്ടോ, അതിൽ ഏതൊക്കെ നമുക്ക് എടുക്കാം, ഏതൊക്കെ എടുത്തുകൂടാ, ഏതൊക്കെ വാക്ക് അനുസരിച്ച് വായിക്കുകയും ഏതിൻ്റെയൊക്കെ അതിൻ്റെ അടിയിലത്തെ അർത്ഥത്തിലോട്ട് പോകണമെന്ന് മനസ്സിലായെങ്കിൽ ഈ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം തിയോളജി. അടുത്തത് ആപ്ലിക്കേഷൻ. ഇതൊക്കെ മനസ്സിലാക്കി, ഇതൊക്കെ പറഞ്ഞ് അറിവ് ചീർപ്പിക്കുന്നു അല്ലേ. ഇത് ചുമ്മാ അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇത് പ്രസംഗിച്ച് പഠിച്ച് തലമണ്ടയ്ക്കകത്ത് മുഴുവൻ ഇത് കയറ്റി വെച്ചിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇത് അപ്ലൈ ചെയ്യാൻ പഠിക്കണം. അത് ആപ്ലിക്കേഷനെ കുറിച്ച്, വാട്ട് ഇസ് ആപ്ലിക്കേഷൻ ഓഫ് ദ മീനിങ്, ഇവിടാണ് മോഡേൺ കോണ്ടെക്സ്റ്റും മോഡേൺ ഓഡിയൻസും വരുന്നത്. അതായത് ഞാൻ ഉൾപ്പെടെ, ഈ വായിക്കുന്ന വ്യക്തി ഉൾപ്പെടെ, ഇന്ന് എനിക്കിത് എങ്ങനെയാ, ഇന്ന് പ്രായോഗിക തലത്തിൽ ഇതെങ്ങനെയാണ്. പിന്നെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ്, ഇത് ആരോട് പറയുന്നു. ഞാൻ എപ്പോഴും എന്നെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം അതാണ്, ആരൊക്കെ കാണും അവിടെ, എത്ര കുട്ടികൾ കാണും, ഏതൊക്കെ പ്രായത്തിലുള്ള കുട്ടികളാണ്. ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുക്കുന്ന മുമ്പ് പല പ്രാവശ്യം സഹിച്ചതിനോട് ചോദിച്ചു, എത്രയൊക്കെ പ്രായമുള്ളവർ കാണും. കാരണം അതനുസരിച്ച് വേണം നമുക്ക് വചനത്തെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണോ, പ്രായമായവർക്ക് മനസ്സിലാവുന്ന രീതിയാണോ, കുട്ടിക്കളിയാക്കി മാറ്റണോ, കുട്ടികൾക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലാക്കണോ, അവിടെ പ്രോപ്സ് ഒക്കെ കൊണ്ടുവരണോ എന്ന് തീരുമാനിക്കാൻ അതനുസരിച്ചാണ് കൾച്ചർ. ഇപ്പം നമുക്കൊക്കെ പഴയ നിയമം കുറച്ചൊക്കെ അറിയാം. ഇപ്പം ഞാനാണെങ്കിൽ ഒന്നും അറിയാത്ത ഒരു ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത്, ഇപ്പം ഒരു റൂറൽ പ്ലേസിൽ പോയി ഓക്കെ പണ്ടത്തെ അബ്രഹാമിനോട് ഇത് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിനോട് പറഞ്ഞു, അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, അവർക്കതൊന്നും വായിച്ചിട്ടില്ല. അവരോട് പോയി നമ്മൾ അങ്ങനല്ല പറയേണ്ടത്. അവിടെ നമ്മൾ പറയേണ്ട കൾച്ചറും നമ്മുടെ ലാംഗ്വേജിനും വ്യത്യാസങ്ങൾ വേണ്ടി വരുന്നു. പ്രൊഫൈൽ ഓഫ് ദ ടാർഗറ്റ് ഗ്രൂപ്പ്, അനലൈസ് നീഡ്സ്, ബിലീഫ്സ്, ടാബൂസ്, ഇഷ്യൂസ്. ഇന്നത്തെ കാലയളവിന്റെ ആവശ്യം എന്താണ്? ഇന്നിപ്പം ഞാൻ സതിയെക്കുറിച്ചോ ചൈൽഡ് മാരേജിനെ കുറിച്ചോ ഇവിടെ പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. കാരണം അതിന്റെ കാലഘട്ടം കഴിഞ്ഞുപോയി നമ്മുടെ ഇടയിൽ. അറ്റ്ലീസ്റ്റ് ഓക്കെ, ബംഗാളിലോ അല്ലെങ്കിൽ വേറെ ചില സ്ഥലങ്ങളിലോ പോയി വേണമെങ്കിൽ അത് പറയാമായിരിക്കാം. അത് ഇന്നത്തെ ചിലപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ചിലപ്പം മാരേജ് ഇല്ലാതെ തന്നെ ഒന്നിച്ച് താമസിക്കുന്നതിനെ കുറിച്ചുള്ള പ്രസംഗമായിരിക്കാം കൂടുതൽ ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ ഡൈവേഴ്സിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഇന്ന് ട്രാൻസ്ജെൻഡേഴ്സ് ഇന്ന് ജോലിക്ക് കൂടെ വരുവാണെങ്കിൽ അവരുമായിട്ടുള്ള ഇടപെടലുകൾ എങ്ങനെ ആയിരിക്കണം, അതായിരിക്കാം ചിലപ്പം കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പം ടീച്ചേഴ്സ്, ഇനിയും കാലങ്ങൾ വരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ടീച്ചർമാരായിട്ട് വരും. അപ്പോൾ എങ്ങനെ നമ്മൾ കുട്ടികളുടെ എങ്ങനെയാണ് അവരോട് ഇടപെടേണ്ടത്, അവരെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, അവരോട് എങ്ങനെ സുവിശേഷം പറയാൻ പറ്റും, അതനുസരിച്ച് വേണം കേൾക്കുന്ന വ്യക്തികളുടെ ആ ഇന്റലക്ച്വൽ ലെവൽ അനുസരിച്ച് മുന്നോട്ട് പോകണം. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഞാൻ പറഞ്ഞത് വചനം പഠിക്കുമ്പോൾ അതിന് ചില റൂൾസ് ഉണ്ട്. അത് വെച്ച് അല്ലാതെ ഒരു വാക്യം മാത്രം അടർത്തി വെച്ച് അതിൽ നിന്ന് ഒരു 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 തിയോളജി ഉണ്ടാക്കിയെടുക്കാൻ ഇടയാകരുത്. പലപ്പോഴും ഞാനും ചിലത് വായിച്ചിട്ട് ഇത് കൊള്ളാമല്ലോ, ഇത് ഇങ്ങനാണല്ലോ, അപ്പോൾ ഉടനെ ചിലപ്പം ആരെങ്കിലുമൊക്കെ ഒന്ന് ഫോൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഹെർമനറ്റിക്സ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അകത്തൊരു മെസ്സേജ് ഇടും, ഇത് ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോഴേ അയ്യോ അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ, അത് അങ്ങനൊന്നും അല്ല, അതിൻ്റെ അർത്ഥം ഇന്ന കാര്യത്തോടെ വായിക്കാൻ. അപ്പം മനസ്സിലാവും, അത് ഈ രീതിയിലാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റാം.
നമുക്ക് ചിലപ്പം തെറ്റായ ഉപദേശങ്ങൾ പോലും ഉണ്ടാവുന്നതിന് കാരണം ഈ ഹെർമെനറ്റിക്സിന്റെ റൂൾസ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാത്തത് കൊണ്ടാണ്. മുന്നോട്ട് പോകട്ടെ ഞാൻ. ഹോമിലിറ്റിക്സ്, അടുത്തൊരു വാക്ക്. ഈ വാക്കിന്റെ അർത്ഥം എന്താ? എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഇസ് ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് സെർമൺ ഡെലിവറി ആൻഡ് പ്രസന്റേഷൻ. അതായത് ഞാൻ പഠിച്ചു ചില കാര്യങ്ങൾ, ഇനി അത് ഒന്ന് പറഞ്ഞ് ഫലിപ്പിക്കണം എനിക്ക്. അതിൻ്റെ അത് ഹെർമെനറ്റിക്സിന്റെ ഘടകം കൂടെ വരുന്നുണ്ട്. അതും ഒരു ആർട്ടാണ്, അതിന് ചില റൂൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊരു സയൻസാണ്, ഒരു പ്രത്യേക രീതിയുണ്ട്, ഒരു ശൈലിയുണ്ട്, അതിന് 3-4 ഘടകങ്ങളുണ്ട്. അതെല്ലാം അതിൻ്റെ അകത്ത് വരണം എന്ന് പറഞ്ഞ പോലെ ഹോമിലെറ്റിക് അതൊരു ആർട്ടും കൂടാണ്. എനിക്ക് എൻ്റെതായിട്ടുള്ള ശൈലിയും കൂടെ അതിൻ്റെ അകത്തൊക്കെ ചേർക്കാം. ഇപ്പം എൻ്റെ ശൈലിയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് സംസാരിക്കുന്നതാണ്, അങ്ങനെ ആക്കാം. ഇവിടെ ഇരുന്ന് 2 കൈയും പൊക്കിയെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ശൈലി, അങ്ങനെ ഉപയോഗിക്കാം. അല്ല, കുറെ കഥകൾ പറഞ്ഞ് ആൾക്കാരെ ചിരിപ്പിച്ച് രസിപ്പിച്ച് കയ്യിലെടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം എൻ്റെ ശൈലി. അതൊരു ആർട്ടാണ്. ഓക്കെ, മുന്നോട്ട് പോട്ടെ. നമ്മുടെ ഇടയിലെ കുറിച്ചാണല്ലോ നമ്മൾ ഈ സംസാരിക്കുന്നത്. പല രീതിയിലുള്ള പ്രസംഗങ്ങളാണ് നമുക്കുള്ളത്. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇതൊന്നും വല്ല ബുക്കുകളിൽ നിന്നൊന്നുമല്ല, ഞാൻ നമ്മുടെ സാഹചര്യം കണ്ടത് ഞാൻ എഴുതി വെച്ചതാണ്. എക്സോട്ടേഷൻ 5 മിനിറ്റ് മാത്രം നമുക്ക് ചിലപ്പോൾ ആരാധനാ സമയത്ത് എണീറ്റ് പറയുവാനുള്ള ഒരു 5 മിനിറ്റിൻ്റെ കാര്യമായിരിക്കും. ഷെയറിങ് എ തോട്ട് അത് 15 മിനിറ്റാണ്. ചിലപ്പോൾ വല്ല കുടുംബ പ്രാർത്ഥനയ്ക്കോ കോട്ടേജ് മീറ്റിങ്ങിനോ ഒക്കെ പോകുമ്പോഴും ഞങ്ങളുടെ സഭയിൽ ചിലർക്കൊക്കെ അറിയാം, ധ്യാനയോഗം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് വചനം പഠിക്കുവാനായിട്ട് എല്ലാവരും വന്നിരിക്കുക. അതിപ്പം ചുരുങ്ങി 7-10 പേരായി തീർന്നു, അത് വേറെ കാര്യം. പക്ഷേ അത് പ്രസംഗിക്കാൻ പഠിക്കാനൊക്കെ നല്ലതാണ്. അത് ഒരധ്യായം, ഇപ്പം ഞങ്ങൾ 2 പത്രോസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 പത്രോസിൻ്റെ ഒരധ്യായം തന്നെ ഒരു 10 ആഴ്ച അങ്ങ് വായിക്കും. ഓരോരുത്തരും എണീറ്റ് ഒരു 15 മിനിറ്റ് അതിനെക്കുറിച്ച് പുള്ളിക്ക് കിട്ടിയ കാര്യം, സൗറിന് കിട്ടിയ കാര്യം അവിടെ ഷെയർ ചെയ്യും. ആദ്യത്തെ 3 വാക്യത്തിൽ നിന്നായിരിക്കാം ആ 3 കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്നുള്ള ലിങ്ക് വേഴ്സസും അതും എല്ലാം സൗരൻ പഠിച്ചിട്ട് വരും. പിന്നെ അടുത്ത ആൾ എണീറ്റ് ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കും, പക്ഷെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു ഐഡിയ ആയിരിക്കും അവിടെ പറയുന്നത്. അത് ഞങ്ങളെ എന്നെയൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള 15 മിനിറ്റ്. അപ്പം ഒരു ആരാധനാ യോഗത്തിന് പറയുന്നതും ഒരു കോട്ടേജ് മീറ്റിങ്ങിന് 15 മിനിറ്റ് പറയുന്നത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പം ആ 5 മിനിറ്റിനുള്ളിൽ പറയേണ്ട കാര്യം ആയിരിക്കത്തില്ല ഈ 15 മിനിറ്റിനുള്ളിൽ പറയുന്നത്. വേർഡ് മിനിസ്ട്രി അത് ഇപ്പം ഇവിടെ 40 മിനിറ്റ് ആണ് അതിൻ്റെ ടൈം ലിമിറ്റ്. ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ 25-15 മിനിറ്റ് എന്നുള്ള നിലയിലായിരിക്കാം. ഗോസ്പൽ മീറ്റിംഗ് അത് സഭയ്ക്കുള്ളിൽ പറയുന്നതുകൊണ്ട് സഭയ്ക്ക് വെളിയിൽ പോയി ഒരു പൊതുസ്ഥലത്ത് പറയുന്നതും ഒരു 60 മിനിറ്റ്. പിന്നെ ബൈബിൾ സ്റ്റഡി അത് ഒരു 60 മുതൽ 1-1.25 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ ഈ പല തരത്തിലുള്ള, ഇനി ഇതിൽ വേറെ എന്തെങ്കിലും ചേർക്കാനുണ്ടോ നമ്മുടെ ഇടയിൽ? ഇത്രയല്ലേ ഉള്ളൂ. സ്ത്രീകളുടെ മീറ്റിംഗ്, സഹോദരിമാരുടെ മീറ്റിങ്ങിലും മിക്കവാറും നടക്കുന്ന ഷെയറിങ് എ തോട്ടാണ്. ആ 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരാൾ മാത്രമാണെങ്കിൽ ഒരു 20-30-20 മിനിറ്റ് ആണ്. അതനുസരിച്ച് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് നമ്മളൊരു സെർമണിലോട്ട് കയറുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ വേണം. അതൊരു റൂളാണ്. അതിൻ്റെ അകത്തൊരു ഇൻട്രഡക്ഷൻ വേണം, അതിൻ്റെ അകത്തൊരു ബോഡി വേണം, അതിൻ്റെ അകത്തൊരു കൺക്ലൂഷൻ വേണം. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. അപ്പം ഈ ഇൻട്രഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളിലോട്ട് കയറാൻ പോകുന്നത്. ഇതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് 4 സ്റ്റെപ്പാണ്. ആദ്യത്തെ ഡിസ്കവറിങ് ദ മെസ്സേജ്. അതായത് നമ്മളൊരു വാക്യഭാഗങ്ങൾ വായിച്ചപ്പോൾ ഇത് കൊള്ളാമല്ലോ, ഇത് എനിക്ക് വളരെ എൻ്റെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ചിന്തയായിട്ട് എനിക്ക് തോന്നുന്നല്ലോ. ആ തോന്നൽ നമുക്കറിയാം. ഈ ഫാൻ തന്നെ ഉണ്ടായതൊരു തോന്നലിൽ നിന്ന്. ഒരു മോട്ടോർ വേണം, ആ മോട്ടോറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കുറേ സ്റ്റീൽ പലകകൾ വെച്ച് സ്പീഡിൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഒരു കാറ്റ് കിട്ടും. പണ്ട് കാലങ്ങളിൽ കോഴിയാണ് പിടിച്ച് കെട്ടി തൂക്കിയിട്ടിരുന്നത് അല്ലേ എന്ന് കേട്ടിട്ടുണ്ട്. എനിവേ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞ പോലെ, അപ്പോൾ ഒരു ബുദ്ധി, ഒരു തോട്ട്. ഫേസ്ബുക്ക് വാസ് എ തോട്ട്. എല്ലാം ഒരു തോട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു മെസ്സേജും സ്റ്റാർട്ട്സ് വിത്ത് മസ്റ്റാർഡ് സീഡിനോളം അത്രമുള്ളൊരു തോട്ട്. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ എടുത്ത വചനത്തിൽ തന്നെ എന്നെ ചിന്തിപ്പിച്ച വിഷയം ആ ട്യൂണിക്കാണ്. ട്യൂണിക് ഞാൻ ഓർത്തു, എങ്ങനെയാണ് ട്യൂണിക്ക് കത്തിപ്പോയില്ല, പക്ഷേ ആള് കത്തിപ്പോയി. ആള് മരിക്കാനിടയായി തീർന്നു. തീയാണ് വെളിയിലോട്ട് വന്നത്.
അതിൽ നിന്നാണ് ഞാൻ സ്പെസിഫിക് ഓക്കെ പിന്നെ മുന്നോട്ടും പുറകോട്ടുമുള്ള വാക്യങ്ങൾ വായിച്ച് അതൊരു മെസ്സേജ് ആക്കുന്നത്. എല്ലാവർക്കും പലരും പല രീതിയിലാണ്. ഇവിടെയൊക്കെ പ്രസംഗികർ തന്നെയുണ്ട്. പിന്നെ അടുത്ത ആ ഡിസ്കവറിങ് ദ മെസ്സേജിൽ വാട്ട് ഇസ് ദ സ്റ്റോറി, ഇതിൻ്റെ കഥ എന്താണ്, ആ കഥ എന്താണെന്ന് അറിയാനാണ് നമ്മൾ ആ കോണ്ടെക്സ്റ്റ് മൊത്തമായിട്ട് വായിക്കുവാണ്. അടുത്തത് വാട്ട് ഇസ് ദ പോയിന്റ്. ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് പഠിച്ചു വന്നപ്പോൾ ആ 3-ാം വാക്യത്തിലാണ് ആ പോയിന്റ് കിടന്നത്. അതായത് ദൈവത്തിന് അടുത്ത് വരുന്നവൻ ദൈവത്തെ ഹോളി ആയിട്ട് കാണണം എന്നുള്ള ആ പോയിന്റ്. രണ്ടാമത് വാട്ട് ഇസ് ദ പ്രോബ്ലം ഹിയർ. ഓരോന്നിലോട്ട് നമുക്ക് കിടക്കാം. വാട്ട് ഇസ് ദ കോണ്ടെക്സ്റ്റ്, കണക്ട് ദ ഒറിജിനൽ ഓതേഴ്സ് ഇൻ ദ ഒറിജിനൽ കോണ്ടെക്സ്റ്റ്. അപ്പം നമ്മൾ ചിന്തിക്കാൻ പോവാണ്, ഇമാജിനേഷൻ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ ഇമാജിനേഷൻ, നമ്മളവിടെ എല്ലാം നോക്കി നിൽക്കുമ്പം അഹരോനും മോശയും വെളിയിലോട്ട് വരുന്നു. അപ്പോഴത്തേക്ക് ജനം മുഴുവൻ കമന്ന് കിടക്കുവാണ്. അപ്പോഴത്തേക്ക് 2 എണ്ണം പെട്ടെന്ന് എണീറ്റ് അവരൊരു തീയും കൊണ്ട് അങ്ങോട്ട് ഓടിപ്പോകുന്നു. പെട്ടെന്ന് വേറൊരു തീ വരുന്നു, ഫും പറഞ്ഞ് എല്ലാം താഴെ കിടക്കുന്നു. എല്ലാവരും ജനം എല്ലാം നോക്കും എന്താ സംഭവിച്ചത്. പൊക്കി നോക്കിയപ്പോഴത്തെ 2 എണ്ണം പൊങ്ങി നിന്ന് 2 എണ്ണം താഴെ പോയി, താഴെ നിന്ന് എല്ലാവരും പൊങ്ങി നിൽക്കുന്നു. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ നോക്കുന്ന ഇതെന്താ സംഭവം. അപ്പൊ നമുക്കൊരു ഇമാജിനേഷൻ, വാവ്. പക്ഷെ ഉടുപ്പൊന്നും പറ്റിയില്ല. ബേണിംഗ് ബുഷിന്റെ അടുത്ത് മോശം നിൽക്കുവാണ്. ഇത് നമ്മളും ചിലപ്പോൾ അടുത്ത് പോയി നോക്കി ഇത് എന്താ സംഭവം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന, കുട്ടിക്കാലം മുതലേ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ആ യോർദാൻ നദിയൊക്കെ കടന്നു പോകുമ്പം ഞാൻ ഓർക്കാറുണ്ട്, ആ കൊച്ചു കുട്ടികളൊക്കെ, എൻ്റെ മോനും ഒക്കെ, അവർക്കൊക്കെ ഈ കക്ക വറക്കാനൊക്കെ വേണം. ഞാൻ കുറേ എണ്ണം അവിടെ ഇവിടെ ഒക്കെ ഓടി നിന്ന് കുറെ കക്ക വറക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു തിമിംഗലോ തിമിംഗലം ആ സമയത്ത് ഉണ്ടായിരുന്നോ, അവിടെ ഉണ്ടായിരുന്നോ എനിക്കറിയാം. പക്ഷെ എങ്കിലും ഒരു മീനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വന്ന് ഇടിച്ചിട്ട് തിരിച്ചു പോകുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഓർക്കുന്നു, ചിലപ്പോൾ ആ തിമിംഗലം എടാ ബാക്കി വെള്ളം ഇവിടെ പോയി, ഷടാ ഇവിടെ കാണുന്നില്ലല്ലോ. ആ മീൻ പെട്ടെന്ന് തിരിച്ചു പോകുന്നു. പെട്ടെന്ന് അവിടെ ക്ലൗൺ ഫിഷും ടൈഗർ പ്രോൺസും എല്ലാം ഇങ്ങനെ വന്ന് ആ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് പോകുന്നു. ഇവന്മാരെല്ലാം ഇത് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് അച്ഛനോ വാടാ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചത് പഠിക്കുമ്പോഴേ ഒന്ന് ഇമാജിൻ ചെയ്യുമ്പോഴത്തേക്കും സംഭവിച്ചതാണ്. വളരെയധികം ത്രില്ലടിച്ച് നമുക്കത് വായിക്കുകയും അപ്പോഴത്തേക്കും അവിടെ മോശമൊക്കെ ഇത് വെള്ളം കിടന്നത് പോലും കാണും, ഡ്രൈ ലാൻഡിൽ കൂടെ നടക്കുക. അപ്പം ദൈവത്തിന്റെ ആ മഹത്വം കുറെ കൂടെ മനസ്സിലാകാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാം ഓക്കെ അത് പഴയ നിയമത്തിൽ അതൊക്കെ നടക്കട്ടെ, പുതിയ നിയമത്തിൽ വരുമ്പോഴോ അത് ലേഖനങ്ങൾ വായിക്കുമ്പോഴോ അത് ഞാൻ ഓർക്കാറുണ്ട്. പൗലോസ് നമുക്കറിയാം ഫിലിപ്പിയ ലേഖനം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്തിന്റെ ചാപ്റ്റർ ഓഫ് ജോയ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് തന്നെ പുള്ളി ആ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പം ആ കാലുകളെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് എഴുതുന്ന ആ ലേഖനത്തിൽ സന്തോഷത്തെക്കുറിച്ച് പറയുന്നതും അതൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ ഒരു കാർട്ടൂൺ സീരിയലുണ്ട്, ചിലർ കണ്ടിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്കുള്ളതാണ്, സൂപ്പർ ബുക്ക് എന്നും പറഞ്ഞു. അതിൻ്റെ അകത്ത് ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് യാത്ര ചെയ്ത് പഴയ സമയത്ത് പോയി നടക്കുന്ന ഒരു വളരെ രസകരമായിട്ട് അത് ചെയ്യുന്നതാണ്. പക്ഷെ സത്യങ്ങൾ അവിടെ വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിവേ, അപ്പം അതൊന്ന് കണക്ട് ചെയ്യുവാൻ നമ്മളും കൊച്ചുകുട്ടികൾ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇപ്പോഴും. അപ്പം നമുക്കും ഒന്ന് ഇതൊക്കെ വായിക്കുമ്പോൾ ഒന്ന് ആ പഴയതൊക്കെ ഒന്ന് ചിന്തിച്ചെടുത്ത് ആ എന്താ പറയുന്ന ശദ്രക് മേശക് അബേദ്നെഗോ തീയിൽ നിൽക്കുന്ന കാര്യവും നമുക്ക് ഈ ബൈബിളൊന്ന് കുറച്ചുകൂടെ അലൈവ് ആകാൻ തുടങ്ങുന്നതായിരിക്കും. ഡിസ്കവർ. ഓക്കെ, അടുത്ത വാട്ട് ഇസ് ദ ബിഗ് ഐഡിയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയൊക്കെ വായിച്ചു കഴിഞ്ഞ് ഞാൻ എന്തോ ഇതിൽ നിന്ന് പറയേണ്ടേ. ഞാൻ പറഞ്ഞു ഓഡിയൻസിനെ കുറിച്ചൊരു ഐഡിയ വേണം, നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് ഐഡിയ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ എന്തുമായിരിക്കും? ദ ഇഷ്യൂ ഇൻ ദ മോഡേൺ കോണ്ടെക്സ്റ്റ് ടു വിച്ച് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ്. അതാണ് ഒരു പ്രോബ്ലം കിടക്കുന്നത്. ഇത് പഴയ കാലത്ത് എഴുതിയതാണ്. അപ്പോൾ ഈ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ സമ്മതിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. അപ്പം അതും കൂടെ കണ്ടു വേണം ഞാൻ പ്രസംഗം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം എന്തൊക്കെയായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന പ്രോബ്ലംസ്, നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ ഇതെങ്ങനെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇത് പണ്ടൊക്കെ ഓക്കെ, പക്ഷെ ഇന്നിതെങ്ങനെയാണ്? ഇന്ന് എന്തുവാണ് ഈ കടലിന്റെ നടുവേ നടക്കുക എന്ന് വെച്ചാൽ എന്തുവാ അതിൻ്റെ അർത്ഥം? ആ ഉണങ്ങിയ വരണ്ട നദിയുടെ ഭൂമി എന്ന് പറയുമ്പോൾ എന്തുവാ അതിന് ഇന്നത്തെ അർത്ഥം? അത് ഇന്നത്തെ എൻ്റെ പ്രോബ്ലം എങ്ങനെയാണ്? മല പോലെ നിൽക്കുന്ന ആ മലയുടെയൊക്കെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എരിഹോ പട്ടണം പോലുള്ള അതവിടെയാണ് നമ്മൾ മോഡേൺ കോണ്ടെക്സ്റ്റുകൾ നമ്മൾ കൊണ്ടുവരാൻ തുടങ്ങുന്നത്. നമ്മുടെ ജോലിയായിരിക്കാം ആ മല പോലെ നിൽക്കുന്നത്. ആ നടുകടലിന്റെ നടുവിലായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയെ ദൈവം കാണിച്ചു കൊടുക്കുമായിരിക്കാം. പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടമുള്ള സന്ദർഭമാണെങ്കിലും നീ ഓർക്കുക, ഒരു വരണ്ട നദീ തടാകത്തിൽ കൂടെ നടത്തിയ ഒരു ജനതയുടെ ദൈവമാണ് ഞാൻ നിന്റെയും ദൈവം. അത് കോണ്ടെക്സ്റ്റോട്ടൊന്ന് ലിങ്ക് ചെയ്യുവാനായിട്ട്
അടുത്തത് ഡിഫറൻസ്. വാട്ട് ഇസ് ദ ഡിഫറൻസ്? അതായത് ഞാൻ ഈ പറയുന്നത് കൊണ്ട് കേൾവിക്കാരുടെ മനസ്സിൽ എന്ത് ഡിഫറൻസ് ഉണ്ടാവാൻ പോകുന്നത്? അതായത് അവരുടെ ഇപ്പോഴത്തെ ജീവിതവും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള ജീവിതവുമായിട്ടുള്ള ഡിഫറൻസ് എന്തുവാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കണം. ഈ മാർക്കറ്റിംഗ് ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം ബിസിനസ് സ്ട്രാറ്റജീസ്, അവർക്കറിയാം. അതായത് അവർ പറയും, ഞങ്ങൾ പറയുന്ന കൊതുകുതിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊതുകിന്റെ ശക്തി നിർവീര്യമാവും, അതിന് പിന്നെ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടും, അത് നിങ്ങളുടെ അടുത്ത് വരത്തില്ല, കുഞ്ഞുങ്ങളെ കടിക്കത്തില്ല. വളരെയധികം എന്തോ സാധാരണ പണ്ടത്തെ ആമ കൊതുകുതിരി തന്നെയാണ് ഇവന്മാര് പുതിയ രൂപത്തിൽ കൊണ്ടുവന്നേ ഉള്ളൂ. അവൻ ചില ബുദ്ധിമാന്മാർ അല്ലല്ല, പണ്ടത്തെ ആമക്കൊതുകുതിരി ഇതുമായിട്ട് എന്തുവാ ഡിഫറൻസ്? അന്ന് 100 ചാവുമായിരുന്നു, പക്ഷെ ഇന്ന് 1000 ചാവുന്ന ശാസ്ത്രീയ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. തീർന്നു, വീണ് കഴിഞ്ഞു. അപ്പൊ ഇവിടാണ് ആ ഡിഫറൻസിന്റെ ആംഗിളിലാണ് നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് പേഴ്സണൽ ടച്ചിങ്സ് കൊടുക്കാൻ പോവുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്തപ്പോൾ ഇത് കണ്ടു, ഞാൻ ഇന്ന സഹോദരന്റെ ജീവിതത്തിൽ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസ്. ഞാൻ വചനം വായിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പ്രസംഗത്തിലോട്ട് എത്തിയിട്ടില്ല, പക്ഷെ വചനം വായിച്ച് അതൊരു പ്രസംഗമാക്കാൻ വേണ്ടിയുള്ള ആ ഒരു മെയിൻ ഐഡിയ പിടിച്ചോണ്ടേ ഇരിക്കുക ഞാൻ. അടുത്തതാണ് കൺസ്ട്രക്ഷൻ ഓഫ് എ സെർമൺ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സർമൺ എന്ന് പറയുന്ന കാര്യം ഒരു വെഹിക്കിളാണ്, ഒരു വണ്ടിയാണ്. അതായത് എനിക്ക് ദൈവം തന്ന ആ മെസ്സേജ് നിങ്ങളുടെ അടുത്ത് എത്തിക്കാനുള്ള ഒരു ട്രാൻസ്പോർട്ട് വണ്ടിയാണ് ഈ പറയുന്ന ഈ സെർമൺ ഡെലിവറി, ഈ വെഹിക്കിൾ. അത് ചിലപ്പോൾ ഓട്ടോ ആയിരിക്കാം, ബസ്സായിരിക്കാം, സൈക്കിളായിരിക്കാം. ഈ പറയുന്ന, കാരണം സൈക്കിൾ എന്ന് പറയാൻ ആ ദൂരം സെയിമാ, ഇത്രയും തന്നെയാണ്, പക്ഷെ 5 മിനിറ്റേ എനിക്കുള്ളൂ. അപ്പം വേണ്ടത് എനിക്ക് സൂപ്പർ ബൈക്കായിരിക്കും. അപ്പം ആ പറയേണ്ട പോയിന്റ് എന്ന് പറഞ്ഞ് ഞാൻ വിട്ടിട്ട് പോരണം. അല്ല, എനിക്ക് 1 മണിക്കൂറുണ്ട് ആ കാര്യം പറയാം, പെയ്യെ സൈക്കിൾ പോകുന്നതിൻ്റെ കൂട്ട് പെയ്യെ പോയി കാര്യങ്ങൾ അവിടെ ഇവിടെ നോക്കിയും തൊട്ടും തലോടിയും പെയ്യെ പറഞ്ഞ് വിട്ടാൽ മതി. സോ സെർമൺ ഇസ് ആക്ച്വലി ഇറ്റ്സ് എ വെഹിക്കിൾ ഇൻ വിച്ച് ഗോഡ്സ് മെസ്സേജ് ഇസ് ക്യാരിഡ് ടു ദ ഓഡിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതെല്ലാം കിട്ടി. ആ കൺസ്ട്രക്ഷൻ ഓഫ് സെർമണിലോട്ട് എത്തുമ്പോഴത്തേക്കും നേരത്തെ കിട്ടിയ മെസ്സേജ് ഞാൻ 3ആയിട്ട് തിരിക്കാൻ പോവാം. ഒരു ഇൻട്രഡക്ഷൻ വേണം, ഒരു ബോഡി വേണം, ഒരു കൺക്ലൂഷൻ വേണം. ഇൻട്രഡക്ഷനിൽ എന്തൊക്കെ വേണം? പ്ലസൻട്രീസ്. എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു നിങ്ങളുടെ മധ്യത്തിൽ വരണമെന്നുള്ളത്. പ്ലസൻറ്ററീസ്, ഇതിൻ്റെ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എന്തിനു കയറി നിൽക്കുന്നതനുസരിച്ചാണ്. ദയവ് ഇത് കോട്ടേജ് മീറ്റിംഗ് ചെന്നിട്ട് പ്ലസൻറ്ററീസ് തന്നെ 15 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർന്നു. പലരും അതുപോലെ. ചിലർ പ്രസംഗിച്ചങ്ങ് തുടങ്ങി അയ്യോ എൻ്റെ സമയം തീർന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പറയാൻ പറ്റിയില്ല, പക്ഷെ ഇത്രയൊക്കെ മതി. ചിലർ പറഞ്ഞു തുടങ്ങും, എനിക്ക് 5 പോയിന്റ് നിങ്ങളോട് പറയാനുണ്ട്, 5 പോയിന്റ്. 1 പോയിന്റ് കഴിയുമ്പോൾ പറയാം എൻ്റെ സമയം തീർന്നു, അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം പറയാം. അവിടെ ഈ പ്ലാനിങ് നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ, കാരണം ഈ പറയുന്ന 1 പോയിന്റ് തന്നെ നമുക്ക് സമയമുള്ളതനുസരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്ത പ്രാവശ്യം സമയം കിട്ടുമ്പം ഒരു മെസ്സേജിന്റെ അകത്ത് തന്നെ. ഇപ്പം കാനാവിലെ കല്യാണം ഞാൻ മുമ്പ് ഇവിടെ പ്രസംഗിച്ച ഒരു വിഷയമാണ്. കാനാവിലെ കല്യാണം സ്ഥിരം കേൾക്കുന്ന ഒരു വേദി സുവിശേഷ പ്രസംഗമാണ്. പറയും, കണ്ടോ മണമില്ലാത്ത ഗുണമില്ലാത്ത വെള്ളത്തെ വീഞ്ഞാക്കുവാൻ സാധിക്കുന്ന കർത്താവിന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വരിക. അതേ, ഒരു പ്രയോജനവുമില്ലാതിരുന്ന ആ വെള്ളത്തെ മാറ്റി മാധുര്യമുള്ള വീഞ്ഞാക്കി മുമ്പത്തെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാറ്റി തന്ന കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരിക. സുവിശേഷ പ്രസംഗമായി. അല്ലെങ്കിൽ പറയാം, ആ പഴയ വീഞ്ഞ് മൊത്തം പോയി, എന്നിട്ടാണ് പുതിയ വീഞ്ഞ് വന്ന് നിറഞ്ഞപ്പോഴത്തേക്കും ജീവിതം മാറി മറിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലെ ആ പഴയതെല്ലാം മാറ്റി പുതിയത് കൊണ്ടുവരിക നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അത് വിശ്വാസിക്കുള്ളൊരു മെസ്സേജ്, പഴയതെല്ലാം കളയാൻ. സബ്മിഷനെ കുറിച്ചുള്ള മെസ്സേജ്. അതെ, അവിടെ എന്താണ് ചെയ്തത്? അവിടെ ചെയ്തത് മറ്റൊന്നുമല്ല, ആ സെർവൻസ് പറഞ്ഞത് കേട്ടു, ആ ശേഷം കേട്ടു. അതേ, ആ ജാറിന്റെ ആ ബ്രിം വരെ അവർ നിറച്ചു. നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ടോ? നിങ്ങൾ മറു ചോദ്യം ചോദിക്കാറുണ്ടോ? അതോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? കീഴടങ്ങുക എന്ന് പറഞ്ഞൊരു മെസ്സേജിലോട്ട് അതങ്ങ് മാറ്റാം.
അവിടെ പ്രാധാന്യം കർത്താവിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. ദൈവത്തിന്റെ അതെന്ന് ഇവിടെ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ പേര് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. യേശുവിന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ മാതാവ്, അവിടുത്തെ യജമാനൻ, വീഞ്ഞുവാഴി എന്ന് പറഞ്ഞത് കർത്താവിന്റെ പേര് മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് നിങ്ങളുടെ ജീവിതത്തിലും മറ്റൊന്നിനും പ്രാധാന്യമില്ല, യേശുക്രിസ്തുവിന് മാത്രം പ്രാധാന്യം എന്നും പറഞ്ഞും പ്രസംഗിക്കാം. അത് നമുക്ക് കിട്ടിയ മെസ്സേജ് അനുസരിച്ച്, കൊടുക്കാൻ പോകുന്ന ഓഡിയൻസ് അനുസരിച്ച് എന്ന് പറഞ്ഞ് നമുക്ക് ഒരേ കാര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പല രീതിയിൽ ആ മെസ്സേജ് കൊണ്ടുപോകാം. നമുക്ക് ആ പറഞ്ഞ വാട്ട് ഇസ് ദ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ചേർത്തുള്ള ഒത്തുവാക്യങ്ങളും കൂടെ നമുക്ക് ബൈബിൾ തപ്പിയാൽ കിട്ടും. കീഴടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞ ഏതാ? ഭർത്താക്കന്മാർ പറയും, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും, അന്യോന്യം കീഴടങ്ങിയിരിക്കും. അങ്ങനെ പറഞ്ഞ് കുറേ വാക്ക് കിട്ടിയല്ലോ, ഒരു പ്രസംഗത്തിന് റെഡിയായി. അപ്പം നമ്മൾ ആ പറഞ്ഞു വരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. ഓക്കെ, പ്ലസൻട്രീസ് ഞാൻ പറഞ്ഞു വന്ന ചുരുക്കമായിട്ട് അത് സമയം അനുസരിച്ച് മാത്രം ഇന്ന് കൂടി വന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവനാമത്തിൽ നിന്ന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിലുള്ള പ്രസംഗമായിരിക്കാം. അല്ലെ, എന്നെ നിങ്ങൾ ക്ഷണിച്ചതിന് നന്ദി, ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ പറയും, എന്നെ സജി ബ്രദർ വിളിച്ചു, എന്നെ സ്പർജൻ കുമാറിനറിയാം, അല്ലെങ്കിൽ ജെയിംസ് വർഗീസങ്ങളിൽ നിന്നെ കണ്ടില്ലല്ലോ, എവിടെ പോയെന്ന് അറിയത്തില്ല, പക്ഷെ പിന്നെ സംസാരിക്കാനായിരിക്കും എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചൊരു വലിയൊരു ഡീറ്റെയിൽ കൊടുക്കാം. സമയമുണ്ടല്ലോ, 1 മണിക്കൂർ കിടക്കുമല്ലേ, പ്രസംഗ വിഷയം 10 മിനിറ്റേ ഉള്ളൂ. പിന്നെ അടുത്തത് വരുമ്പോൾ റെലവൻസ് ഓഫ് മെസ്സേജ്. ഇവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻസിനോട് കയറുക. പ്ലസൻട്രീസ് ഏറ്റവും കുറച്ച്. റെലവൻസ്, ഞാൻ എന്തുവാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്, ഒറ്റ വാക്കിൽ എന്തുവാണ് എൻ്റെ ഉദ്ദേശം. റീസൺ ടു ലിസൺ. ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് സ്കില്ലാണ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആളുകാർ കേൾക്കുമോ ഇല്ലയോ. നമുക്കറിയാം, ഇവിടെ പിള്ളേർ സെറ്റൊക്കെ ഇരിപ്പുണ്ട്, ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ തീർക്കും. ചെവി വെച്ച് ഇത് കേൾക്കണോ അതോ ഞാൻ എൻ്റെ മൊബൈലിൽ ഇങ്ങനെ വെച്ച് എന്തേലും ചെയ്യണോ, അല്ലെങ്കിൽ അടുത്ത ബൈബിൾ ക്വിസ് ഉണ്ടെങ്കിൽ ബൈബിൾ ക്വിസിന് വേണ്ടി പഠിക്കണമോ പ്രസംഗം കേൾക്കണമോ എന്ന് തീരുമാനിക്കുന്ന ആദ്യത്തെ 3 മിനിറ്റ് 5 മിനിറ്റിലാണ്. നമുക്കറിയാം, പലരും ശ്രദ്ധിക്കണം, അപ്പോഴേ അറിയാം ആ ഇൻട്രഡക്ഷൻ വർക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, മുന്നോട്ട് പോട്ടെ. ബോഡി, മേക്ക് ദ പോയിന്റ്സ്. നിങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുക. പ്രധാനമായിട്ട് ക്ലാരിറ്റി ഓഫ് തോട്ട്സ്. ചുമ്മാ കാട് കയറി പറയല്ല. പറയുന്നതിന് കാരണം എന്താ, ഒരു വിഷയമൊന്നുമില്ല. അവൻ ആ കൂടെ 5 പോയിന്റ് ഉണ്ട്, 5 പോയിന്റ് സെന്റൻസ് എന്ന് പറഞ്ഞ് മാത്രം പറയാൻ അറിയാം, അത് പ്രസംഗമാക്കാൻ അറിയത്തില്ല. നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക, അവൻ അത്ര അറിയത്തുള്ളൂ. ഇപ്പം അയൽക്കാരൻ ആരാന്നോ, അയൽക്കാരൻ ശമരിയക്കാരനോ, ശമരിയെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ശമരിയ അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചോ ഒന്നും പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടില്ല. ഒരു വാക്കറിയാം, അയൽക്കാരനെ സ്നേഹം. അവൻ പറയാം, നിങ്ങളുടെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലെ ശാന്ത ചേച്ചി നിങ്ങളുടെ മതിലിന്റെ സൈഡിൽ നിന്നും ഒരു സാധനം അങ്ങോട്ട് ഇടുമ്പോൾ അതാണോ അയൽക്കാരി എന്ന് പറയുന്നത്. അയൽക്കാര് എന്താണെന്ന് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ക്ലാരിറ്റി ഇല്ല, എന്തിനെക്കുറിച്ച് പറയേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം മേക്ക് ഷുവർ ദെയർ ഇസ് എ ക്ലാരിറ്റി ആൻഡ് മിനിമൽ എക്സജസിസ്. എക്സജസിസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പദം ഇത് ഇങ്ങനെ പറയുന്നു, അത് എബ്രായ പദം ഞാൻ പഠിച്ചു വന്നപ്പോഴത്തേക്കും അതിങ്ങനെ പറയുന്നു. ഗ്രാമർ പഠിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് വലിച്ചെടുത്ത് എഴച്ച് നീക്കി അതിനെക്കുറിച്ചൊരു വലിയ പ്രബന്ധം അവതരിപ്പിക്കാനല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം അവിടെ പറയുകയാണ്. പിന്നെ കൺസിഡർ ദി ഒബ്ജെക്ഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം ബോഡിയിലോട്ട് വരുമ്പോൾ പോയിന്റ്സ് നമുക്കറിയണം. ഞാൻ ഇന്ന് തന്നെ രാവിലെ പ്രസംഗിച്ചപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയേണ്ടിരുന്ന 2 പോയിന്റാണ്. വെൻ യു അപ്രോച്ച് ഗോഡ്, കൺസിഡർ ഹിം ആസ് ഹോളി. രണ്ടാമത്, മേക്ക് ഷുവർ ദാറ്റ് ഗോഡ് ഗെറ്റ്സ് ദ ഗ്ലോറി ആൻഡ് നോട്ട് യു. അപ്പം അതിനു വേണ്ടിയുള്ള എക്സാമ്പിൾസും ബിബ്ലിക്കലിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ, ആ പോയിന്റിന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് പല കാര്യങ്ങളും അവിടെ അവതരിപ്പിച്ചത്. അത് അവിടെ പല രീതിയിലായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. കൺക്ലൂഷൻ, ദ സെൻട്രൽ ഐഡിയ ബ്രോട്ട് ഇൻ ടു ഫോക്കസ് വിത്ത് മോർ ക്ലാരിറ്റി. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ആദ്യം പറഞ്ഞു, രണ്ടാമത് ആദ്യം പറഞ്ഞു നാദാബിയുവിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞ് വന്ന് അവസാനം ഞാൻ എവിടെ കൊണ്ടെത്തിച്ചു, പിന്നെയും തിരിച്ച് ആ മെയിൻ പോയിന്റ്സിലോട്ട് വന്ന് തട്ടി. പക്ഷെ മെയിൻ പോയിന്റ്സ് പറയുമ്പം ഇവിടെ നമ്മൾ കാണാം, ലൂക്കോസ് 14:30 ദൈവം പറയുന്ന, കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വീട് പണിയുന്നവൻ അത് പകുതി വഴിക്ക് ഇട്ടിട്ട് പോയാൽ അവന് ബുദ്ധിയില്ലാത്തവനെന്ന് പറയും. അത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവൻ ആദ്യമേ ചിന്തിക്കണം. അതുപോലെ മെസ്സേജ് ഇന്ന സമയം തന്നിട്ടുണ്ട്, അതിനുള്ളിൽ എനിക്ക് തീർക്കാൻ പറ്റുമോ ഇല്ലയോ, അതെങ്ങനെ ഞാൻ ഡിവൈഡ് ചെയ്യണം ആ സമയത്ത്. ടേക്ക് കെയർ ഓഫ് ടൈം. കൺക്ലൂഷൻ ഷുഡ് നോട്ട് ഫിസിൽ ഔട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുതരം പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തോക്കൊക്കെ റെഡിയാക്കി ഇതൊക്കെ എണ്ണയൊക്കെ ഇട്ട് ഉണ്ടയൊക്കെ റെഡിയാക്കി വെച്ച് റെഡിയാക്കാൻ വന്നപ്പോഴത്തേക്കും സമയം തീർന്നു, ഇവിടെ വെക്കാൻ പറ്റിയില്ല. അങ്ങനെ ആയിപ്പോരുത്. പലപ്പോഴും പല പ്രാസംഗികരും ഈ പറഞ്ഞ പോലെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് 5-മത്തേത്. കാരണം ഒരു കൊടുമുടിയിലെത്തി ആൾക്കാരെ കൊണ്ട്
അങ്ങ് വൈകാരികമായ നിലയിലൊന്ന് കരയിപ്പിച്ച് ഒരു ഹൃദയത്തിൽ തൊട്ടൊക്കെ പറയണം. പക്ഷെ 4ാമത്തെ പോയിന്റ് പോലും എത്താൻ പറ്റിയില്ല പുള്ളിക്ക്. അപ്പോഴത്തേക്ക് ആ മെസ്സേജ് അങ്ങ് ടോട്ടലി ഫിസൽ ഔട്ടായി പോവുകയാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് ഡയറക്റ്റ് പേഴ്സണൽ അപ്പീൽ അവിടെ കൊടുക്കണം. കാരണം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് യൂഷ്വലി ഇൻട്രഡക്ഷൻ. ഇപ്പോൾ 1 മണിക്കൂർ 40 മിനിറ്റിന്റെ പ്രസംഗം ആകുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് മതി നമുക്കൊരു ഇൻട്രഡക്ഷൻ, 5 മുതൽ 8 മിനിറ്റ് വരെ. കൺക്ലൂഷന് നമ്മളൊരു 10 മിനിറ്റ് കൊടുക്കാൻ സമയം കൊടുക്കണം. ബാക്കിയുള്ള 20-22 മിനിറ്റ് മാത്രമേ നമ്മുടെ ബോഡിക്ക് കിട്ടാവൂ. ആ കൺക്ലൂഷൻ്റെ അകത്ത് ഡയറക്റ്റ് പേഴ്സണൽ അപ്പീൽ ഉണ്ടാവണം. ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലായിരിക്കണം ആ സംസാരിക്കുന്നത്. അവിടെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ നടന്നുള്ള കാര്യങ്ങൾ വേണം അവിടെ മെൻഷൻ ചെയ്യാനായിട്ട്. ഈ പ്രസംഗം എങ്ങനെ എന്നെ ടച്ച് ചെയ്തു, നമുക്ക് ഒരു പെട്ടെന്നൊന്ന് വായിക്കാം. സെർമൺ ഓൺ ദ മൗണ്ടിൽ കർത്താവ് എങ്ങനെയാണ് ആ മെസ്സേജ് പറഞ്ഞ് നിർത്തിയത്. സെർമൺ ഓൺ ദ മൗണ്ട് പെട്ടെന്നൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 7:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 26. ഓക്കെ, മതി. ഇതെന്തിനെ കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? പാറമേല് പണിത വ്യക്തിയും പാറമേലും മണലിന്മേലും. അപ്പോഴേ നമുക്കറിയാം ഈ സെർമൺ ഓൺ ദ പൗണ്ട് പറഞ്ഞ് കൺക്ലൂഷൻ പോയിന്റ് അവിടെ എത്തിക്കുമ്പോഴത്തേക്ക് ഒരു ഇല്ലസ്ട്രേഷൻ കൊണ്ടുവന്നു. അവിടെ അന്ന് കാലങ്ങളിൽ അതിന് കുറച്ചൊരു ഹിസ്റ്ററി പോകുമ്പോഴത്തേക്ക് അന്ന് കാലങ്ങളിൽ ഈ പല തരത്തിലുള്ള സോയിലാണ്. അതുകൊണ്ടാണ് സോയിൽസിനെ കുറിച്ച് പലപ്പോഴും പല പ്രസംഗങ്ങളും കർത്താവ് ചെയ്തിട്ടുള്ളത്. ആ പലതരം സോയിലിൽ അവിടെ കാണുന്ന കാഴ്ചയാണ് വീടിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള കാര്യം. അപ്പം അവർക്കും കൺമുന്നിലുള്ള അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞ് നിർത്തുന്നത്. അപ്പം ആ പറഞ്ഞു വന്ന ജീവിത രീതിയെക്കുറിച്ചും ജീവിത ശൈലിയെക്കുറിച്ചും പണത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് അയൽക്കാരുടെ സ്നേഹം എല്ലാം പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പണം സമ്പാദിക്കുന്ന കാര്യത്തെക്കുറിച്ചും ട്രഷേഴ്സിനെ കുറിച്ചും എല്ലാം പറഞ്ഞ് അവസാനം ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചൊരു ദൃഷ്ടാന്തം പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുവാണ്. നമുക്ക് അവസാനം വേണമെങ്കിൽ ഒരു പാട്ട് കൊണ്ട്, ചിലരുണ്ട് അതിൽ ഭയങ്കര മിടുക്കാണ്, എപ്പോഴും ഒരു പാട്ട് പറഞ്ഞായിരിക്കും അവസാനിപ്പിക്കുന്നത്, ചിലരൊരു കഥയായിരിക്കും അവിടെ പറയുന്നത്. അങ്ങനെ കൺക്ലൂഷൻ നമുക്ക് കഴിയുന്നതും വളരെ ആപ്റ്റായിട്ട് ഫിസിൽ ഔട്ട് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. പിന്നെ നമ്മളിപ്പോൾ 2 കാര്യങ്ങളെ എത്തിയുള്ളൂ. എൻ്റെ മുന്നിൽ ഇനിയും 10 മിനിറ്റ് കൂടെ ഉണ്ട്. 1:15 എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 2 കാര്യങ്ങളിൽ ഈ ഒരു കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പലരും ചെയ്യുന്നത് ഈ 1ഉം 2ഉം കൊണ്ട് അങ്ങ് നിർത്തുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. അതുകൊണ്ട് പലപ്പോഴും എനിക്ക് ഈ SBS-നും അല്ലെങ്കിൽ പല സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്കും ഒക്കെ ഈ പ്രസംഗ മത്സരത്തിനോട് വലിയ താല്പര്യമില്ല. കാരണം അതൊരു ചുമ്മാ ഒരു ഇതാക്കി അങ്ങ് മാറ്റുക, എന്താ പറയണ്ടേ, ഒരു മത്സരം. പക്ഷെ നമ്മുടെ ഇടയിൽ അതല്ല, അതിനൊരു വേറൊരു ലെവലാണ് ഈ പ്രസംഗം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ഷൻ എന്നൊരു വാക്കാണ്, അത് പ്രാസംഗികർ പലരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അങ്ഷൻ. അത് ചാൾസ് സ്പർജൻ ആയിക്കൊള്ള D.L. മൂഡി ആയിക്കൊള്ളട്ടെ, പല പുസ്തകങ്ങളെ വായിക്കുന്ന നേരം അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അങ്ഷൻ. അതിനൊരു കറക്റ്റ് മലയാള പദം എനിക്കുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അതിൽ പല ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതാണ് ഒരു സെർമണിനെ ലൈവ് ആക്കുന്നത്. അതിൻ്റെ അകത്ത് 3 ഘടകങ്ങളാണ്: സ്പിരിറ്റ്, വേർഡ് ആൻഡ് ലൈഫ്. അതായത് സ്പിരിറ്റിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസാണ് നിൽക്കുന്നതെങ്കിലും, ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഞാനാണ് പ്രസംഗമൊക്കെ പ്രിപ്പയർ ചെയ്തു, ടോപ്പിക്കൊക്കെ കിട്ടി, ഇതെല്ലാം കഴിഞ്ഞു. പക്ഷേ ദിവസങ്ങളോളം മുട്ടിന്മേലാണ്, കർത്താവ് ഇത് തന്നെയാണോ, കർത്താവെ നീ ആണോ നയിക്കുന്നേ, കർത്താവെ ആ മെസ്സേജ് നിൻ്റെ തന്നെ ആണോ എന്നുള്ള ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ലഭിക്കുമ്പം നമുക്കറിയാം, എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന് 18 മുതലുള്ള വാക്യങ്ങളിൽ 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മ നിറവിൽ വരുന്നത് മെലഡി ഇൻ ദ ഹാർട്ട്, അതായത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു പാട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കറിയാം, ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴായിരിക്കാം, കിച്ചണിൽ നിൽക്കുമ്പോഴായിരിക്കാം, ഒരു സീയോൻ സഞ്ചാരം ഞാൻ ചിലപ്പോൾ ഒരു പാട്ട് പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വരും. ഒരു ആത്മനിറവിൻ്റെ ഒരു സൂചനയാണ്. അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾ, ഇതിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരിക്കും. ആ നിറവിൽ നിന്നും നമ്മളൊരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഡെഫിനറ്റ്ലി ജനത്തോട് സംസാരിക്കും. ഇവിടെ 2ാമത് ഒരു വേർഡ്, അതായത് ഈ വേർഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രസംഗിക്കുന്ന വിഷയം നമ്മൾ മനസ്സിനകത്തിട്ട് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അതാ പറഞ്ഞ ആ വേർഡ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റണം. അതായത് പറയാം ലോക്കിങ് ഇറ്റ്. നമുക്കറിയാം, ഒരു പൂട്ടിടുമ്പോൾ നമുക്കറിയാം, അതായത് സേഫിലൊക്കെ ഇങ്ങനെ തിരിച്ച് വരുന്ന ടക്കെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യാൻ നമുക്കറിയാം, കറക്റ്റ്. അതാണ് ഒരു പ്രസംഗത്തിന്. എന്നിട്ട് അവസാനം ലൈഫ്. ആരോ പറഞ്ഞ, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം
എനിക്ക് കിട്ടിയിട്ടൊരു കുറഞ്ഞതൊരു 2 ആഴ്ച മുതൽ 1 മാസമേലും ആയി കാണണം. കാരണം ഞാനത് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന പ്രസംഗമായിരിക്കണം. എനിക്ക് ഇന്നലെ കിട്ടിയ പ്രസംഗം ഇന്ന് കൊണ്ട് ഇവിടെ വിളമ്പുന്നതിൽ അർത്ഥമില്ല, കാരണം അതിൽ ജീവിതമില്ല. പക്ഷേ ഞാൻ ജീവിതത്തിൽ ചെയ്യുന്നൊരു കാര്യമാണ് ദൈവാത്മാവിനെ കാണിക്കുന്നതെങ്കിൽ യെസ്, നമുക്കത് പ്രസംഗിക്കാം. പക്ഷെ നമ്മുടെ പല പ്രസംഗങ്ങളിലും ഈ ഘടകവുമില്ല. ഇത് നമ്മളെ സഹായിക്കട്ടെ. ചിലപ്പം പറയുന്നത് ശരിയാണ്, മാസങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാൻ അതിലോട്ട് ഞാൻ കിടക്കാം. ഇതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കൽ ആക്കാം? നോട്ട് തിയററ്റിക്കൽ ബട്ട് പ്രാക്ടിക്കൽ. ദ ഇവന്റ്, ദ ഡെലിവറി. ഓർത്തുകൊള്ളുക, ദിസ് ഇസ് ദ മോമെന്റ് when God is talking with his people. ദൈവം തന്റെ ജനത്തോട് നിങ്ങളെ ഉപയോഗിച്ച് സംസാരിക്കാൻ പോകുന്ന നിമിഷം. അത് കളി നിമിഷമല്ല, വളരെ പ്രധാനം. നിങ്ങൾ ദൈവത്തിന്റെ വോയിസ് ഇവിടെ നിന്ന് ഡെലിവറി ചെയ്യുക. 5 മിനിറ്റ് ആണേലും 30 മിനിറ്റ് ആണേലും 1 മണിക്കൂർ ദൈവം സംസാരിക്കുക നിങ്ങൾ കൂടെ. ദൈവത്തിന്റെ ആലയമാണ് നിങ്ങൾ ഓരോരുത്തരും. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ മൗത്തായിട്ട് മാറും. നമ്മൾ പ്രാർത്ഥിച്ചങ്ങ് വിടും. കർത്താവേ, ഞാൻ ആയിരിക്കലും സംസാരിക്കുന്ന നിന്റെ വാക്കുകളായിരിക്കണം വരണമെന്നെല്ലാം പറയും. പക്ഷെ ആണോ? നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം, ഡു വി കൺസിഡർ ഹിം ഹോളി ഇനഫ് ടു ഡ്വെൽ ഇൻ us? എന്നിൽ കൂടെ സംസാരിക്കാൻ ഞാൻ യോഗ്യനാണോ? ഡ്രോയിങ് ദം ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. എന്നിലോട്ടല്ല, ഞാനെന്ന പ്രാസംഗികനോട്ടല്ല കൊണ്ടുവരുന്നത്, പക്ഷെ എൻ്റെ ദൈവത്തോടടുപ്പിച്ചാണ് ഞാൻ എൻ്റെ ജനത്തെ കൊണ്ടുവരുന്നത്. ഫിയർ ഗോഡ് ആൻഡ് നോട്ട് പീപ്പിൾ. അടുത്തൊരു കാര്യം, ദൈവത്തോട് സംസാരിക്കുക. ദൈവത്തോടാണ് ഇടപെടുന്നതെന്ന് മനസ്സിലാക്കി, ദൈവമാണ് സംസാരിക്കുന്നത്, ദൈവമാണ് വചനം തന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനത്തെ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ ഉള്ള ഒരു കഴിവ്. ദി ആർട്ട് ഓഫ് പ്രീച്ചിങ്, വെർബൽ ആൻഡ് നോൺ വെർബൽ. അതിലോട്ട് സമയമില്ലല്ലോ, ജസ്റ്റ് 3-4 കാര്യങ്ങൾ മാത്രം. ഇത് കമ്മ്യൂണിക്കേഷനിലാണ് വരുന്ന ചില കാര്യങ്ങളൊക്കെ. പക്ഷെ ഇമ്പോർട്ടൻ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഞാൻ സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ സന്തോഷം മുഖത്ത് കാണാൻ പറ്റണം. നമ്മൾ ചിലപ്പം ജോൺ കുര്യൻ അങ്കിളിനെ കുറിച്ച് പറയണം, ആ മുഖത്ത് നോക്കിയ ഒരു പ്രസാദം, ഒരു കരിസ്മയാണ് അല്ലെ. വർഗീസ് കുര്യൻ അങ്കിളിനെ നോക്കി ആ വ്യക്തികളെ അപ്പുറമായിട്ട് ആ ഒരു പ്രസംഗം പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് വരുവാണ്. മാത്യു പോൾ അങ്കിളിനെ ഒന്ന് കേൾക്കുമ്പോൾ ചിലരെ നമുക്ക് അങ്ങനെ അറിയാം, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വ്യക്തികളാണ്. ഇവിടെ ആരും ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ദൈവമായിട്ട് തെറ്റിദ്ധരിക്കില്ല. പക്ഷേ ആ ഐ ഗേസ്, ചിലർ പ്രസംഗിക്കുന്നുണ്ട് ഇങ്ങനെ നേരെ നോക്കത്തില്ല, ഒറ്റ മനുഷ്യനെ അപ്പുറത്തും ഇപ്പുറത്തോട്ടും നോക്കത്തില്ല. ചിലരാണെങ്കിൽ വായിക്കുവാണ്. ദൈവം അതിനോടും അത് ദൈവഹിത പ്രകാരമാണോ എന്ന് എനിക്കറിയത്തില്ല. വചനം ഫുൾ എഴുതി വന്നുകൊണ്ട് പോയി. പക്ഷെ അവർക്ക് ഭയങ്കര കഴിവാണ്. കണ്ണു പൊക്കിയാൽ എവിടെ കറക്റ്റ് കൊണ്ടുവരണമെന്നറിയാം. കറക്റ്റ് എത്തും അവിടെ തന്നെ. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഒരെണ്ണം പോയി ഇങ്ങനെ കിടന്ന് തപ്പും. പോയിന്റ്സ് ആയിട്ട് എഴുതിക്കൊണ്ട് വരാം. യെസ്, ഒരു വാക്യങ്ങൾ എഴുതിക്കൊണ്ട് വരാം. ഓക്കെ, മുന്നോട്ട് പോകട്ടെ. ഐ ഗേസ്, അതുപോലെ കൈകാലുകൾ ദൈവം തന്നേക്കുന്നത് ആക്ട് ചെയ്യാനാണ്. അത് സാഹചര്യം അനുസരിച്ച് മുന്നോട്ട് വരണമെങ്കിൽ മുന്നോട്ട് വരണം. പ്രോക്സിമിക്സ് വേണം, അതായത് ആ സ്പേസ്. അതുപോലെ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് പാരാലിംഗ്വിസ്റ്റ് ടോൺ. ഇപ്പം ഞാൻ തന്നെ നിങ്ങൾ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും. പലപ്പോഴും ചിലപ്പം പൊങ്ങിപ്പോകുന്നുണ്ട്, ചിലപ്പം പെയ്യെ പോകുന്നുണ്ട്. അതായിരുന്നു ചിലരുടെ പ്രസംഗിക്കുന്ന നേരം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ അവർ ഫാദർ ഇൻ ഹെവൻ ഹാലോഡ് ബി യുവർ നെയിം എന്നതിനെ കുറിച്ചാണ്. ഡു നോട്ട് ലേ അപ്പ് യുവർ ട്രഷേഴ്സ്, ദൈവനാമം ഉണ്ടാവട്ടെ. കഴിഞ്ഞോ? കഴിഞ്ഞു. അതെല്ലാം പറയാം. ഈവൻ ട്രാൻസ്ലേഷന്റെ സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഈ പ്രസംഗം എങ്ങനെയാണ് തീപ്പൊരു പ്രസംഗമായിട്ട്, തീപ്പൊരു പ്രസംഗം പുള്ളി ശരി. ചിലരാണെങ്കിൽ പ്രസംഗകനാണെങ്കിൽ വലിയ കാര്യത്തിൽ നല്ല ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഫ്ലവർ ആയിട്ടൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്ന ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ദ ലോർഡ് സെഡ്. അത്രേ ഉള്ളൂ. തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈവൻ ട്രാൻസ്ലേഷൻ സ്കില്ലിൽ വരുമ്പോൾ പാരലിംഗ്വിസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആ ടോൺ, ആ സ്പീഡ്, ആ ലൗഡ്നെസ്, പൊക്കേണ്ടപ്പം പൊക്കണം, നോക്കേണ്ടവരെ വ്യക്തമായിട്ട് നോക്കി ഗെയ്സ് ചെയ്ത് പറയാൻ പറ്റണം. ചിലപ്പം ദൈവാത്മാവ് അങ്ങനെയാണ്. ഞാൻ ഈ ടീൻസ് ക്യാമ്പിന് പോകുന്ന പിള്ളേരോട് പറയാറുണ്ട്, ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ചില വ്യക്തികളെ സൂക്ഷിച്ചു നോക്കി തന്നെ ചില കാര്യങ്ങൾ പറയണമെന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് അവരോട് പറയും, എനിക്കറിയത്തില്ല മോനെ, ഈ വിഷയം വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ നിന്റെ കണ്ണിലോട്ട് നോക്കി പറയണമെന്ന് എനിക്ക് തോന്നിയെന്ന് പറയും. അപ്പോഴായിരിക്കും അത് കൗൺസിലിംഗ് തുടങ്ങുന്നതിൻ്റെ ഒരു ചെറിയ ഒരു തുടക്കമായിരിക്കും അത്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഇന്നയാളുടെ മുഖത്ത് തന്നെ നോക്കി അത് പറയണം. നമുക്കറിയത്തില്ല, ദൈവത്തിന് നന്നായിട്ട് അറിയാം.
നമ്മുടെ അപ്പിയറൻസ്, യെസ്, അവസാനം ആണേലും ഞാൻ ഇത് ഇടുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ ചോദിച്ചു, ഇത് ഇട്ടോ, കുഴപ്പമുണ്ടോ? പ്രശ്നമൊന്നും ഇല്ലല്ലോ, ചുവപ്പല്ലല്ലോ, നീല കടുമല്ലല്ലോ, വലിയ കുഴപ്പമൊന്നും, ചെക്കൊന്നും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, പോട്ടെ. നമ്മുടെ അപ്പിയറൻസ്, മുടിയൊക്കെ ചീവിയാണോ, കുളിച്ചിട്ടാണോ വന്നേ, കുളിക്കാതാണോ വന്നേ, ചെറിയൊരു ഇമ്പോർട്ടൻസ്. ആ പ്രസംഗിക്കുന്ന വ്യക്തിയുടെ ആ ഒരു ഫുൾ അപ്പിയറൻസ് മാറ്റേഴ്സ് എ ലോട്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ നോട്ടിലൂടെ പറഞ്ഞിടാൻ നിർത്താം. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ കാര്യം മാത്രം അവസാനത്തെ 2 മിനിറ്റ് പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്താം. ക്വയറ്റ് ടൈം. എൻ്റെ എല്ലാ പ്രസംഗങ്ങളും എൻ്റെ ക്വയറ്റ് ടൈമിൽ നിന്നാണ്. പ്രസംഗിക്കാൻ വേണ്ടി ഞാനൊരു പ്രസംഗം തയ്യാറാക്കിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. നോട്ട്സ് ഉണ്ടാക്കുന്നതായിക്കൊള്ളട്ടെ, എപ്പോഴും ക്വയറ്റ് ടൈമിന് ഒരു നോട്ട്ബുക്ക് വേണം. ആ നോട്ട്ബുക്കാണ് നിങ്ങളുടെ പ്രസംഗ ശേഖരം. നിങ്ങൾ ചാൾസ് സ്പർജൻ ആണോ D.L. മൂഡി ആണോ എന്നുള്ളതൊന്നും അല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അവിടെ എന്താണ് എഴുതി വെച്ചത്? ഞാൻ കുഞ്ഞു കുട്ടികളോട് ക്വയറ്റ് ടൈം എടുക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്കൊരു ക്വയറ്റ് ടൈം നോട്ട്ബുക്ക് ഉണ്ടാവണം. ഞാൻ 25 വയസ്സുള്ളൊരു വ്യക്തിയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പം ആ വ്യക്തി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ബൈബിൾ വായിക്കുമ്പോൾ ഒരു നോട്ട്ബുക്കും കൂടെ വേണം. ഞാൻ ഞെട്ടിപ്പോയി. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ട് അത് ഒരു വാക്യമായിക്കോട്ടെ, അത് എഴുതി വെക്കുക. അവിടെ ആ ഡേറ്റ് ഇട്ട് അവിടെ എഴുതി വെക്കുക. ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, 5 കാര്യങ്ങളുണ്ടോയെന്ന് നോക്കണം. നിങ്ങൾക്കൊക്കെ ക്വയറ്റാനൊക്കെ അറിയാവുന്ന ജസ്റ്റ് 5. എന്തേലും പ്രോമിസ് അവിടെ കൊടുത്തിട്ടുണ്ടോ? വാഗ്ദത്തം. എന്തേലും കമാൻഡ്, കൽപ്പന വല്ലതും കൊടുത്തിട്ടുണ്ടോ? എന്തേലും പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടോ? 5 കാര്യങ്ങൾ. എന്തേലും പ്രോമിസ്, എന്തേലും കമാൻഡ്മെന്റ്, എന്തേലും സിൻ, എനി ക്യാരക്ടർ ഓഫ് ഗോഡ് ആൻഡ് എനി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു നോട്ട്. അല്ല, വേറെ എന്തെങ്കിലും ആയിരിക്കാം, എഴുതി വെക്കുക അവിടെ. പിന്നെ ഡിഡ് ഐ ഗെറ്റ് എ മെസ്സേജ്? എനിക്കതിൽ നിന്നും എന്തെങ്കിലും കിട്ടിയ ആ മെസ്സേജ് അവിടെ എഴുതി വെക്കുന്നു. ക്യാൻ ഇറ്റ് ബി എ സെർമൺ? അടുത്ത സ്റ്റേജാണ്. ഞാനത് ക്വയറ്റ് ടൈം എടുത്ത് കഴിഞ്ഞ് സമയമുള്ളപ്പോൾ ഞാൻ തിങ്ക് ചെയ്യുന്ന കാര്യം, ഇതൊരു മെസ്സേജ് ആക്കി തീർക്കാൻ പറ്റുമോ? ഇതൊരു സെർമൺ ആണോ? ഇത് 5 മിനിറ്റിൻ്റെ കാര്യമാണോ? അതോ ഇത് 15 മിനിറ്റ് എടുക്കുന്ന സാധനമാണോ? അതോ ഇത് 1 മണിക്കൂർ എടുക്കുന്നതാണോ? എന്താ ചിലപ്പോൾ ഈ 5 മിനിറ്റിൻ്റെ കാര്യം വലിച്ചു നീട്ടി ഒന്നാക്കുമ്പോഴാണ് പ്രസംഗം ബോറാവുന്നത്. 5 മിനിറ്റിൻ്റെ കാര്യം 5 മിനിറ്റിനെ കൊള്ളത്തുള്ളൂ. അത് വലിച്ചു നീട്ടരുത്. അത് 1 മണിക്കൂറിൻ്റെ മെസ്സേജ് ആണെങ്കിൽ അതനുസരിച്ച് അത് ഡെവലപ്പ് ചെയ്യാൻ ദൈവം സഹായിക്കും. പിന്നെ ഡെവലപ്പിംഗ് ഓൺ ദ മെയിൻ തിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അപ്രോച്ചിങ് ഗോഡ് എന്നൊരു തീമിൽ നിന്നും ആണ് വിപുലീകരിച്ച് കൊണ്ടുവരുന്നത്. ഡെവലപ്പിംഗ് ഓൺ ദ മെയിൻ തിങ്. വാട്ട് ആർ ദ കൊളാട്രൽ മെസ്സേജസ്? ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം എൻ്റെ മെയിൻ ഒരു മെസ്സേജ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ മെസ്സേജ്. ഞാൻ പറഞ്ഞു അഹരോനും മോശയും കാണിച്ച മെച്യൂരിറ്റി, അതെൻ്റെ ഒരു കൊളാട്രൽ മെസ്സേജാണ്. അല്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ എത്രമാത്രം പാർഷ്യാലിറ്റി ഉള്ളൊരു ദൈവമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം. അതെ, നിങ്ങൾക്കൊരു മെയിൻ തീമുണ്ട്, അതിൻ്റെ സൈഡിൽ 1 or 2 തീമും കൂടെ ആഡ് ചെയ്യാം, വിച്ച് ഡസ് നോട്ട് ഡിസ്റപ്റ്റ് ദ മെയിൻ തീം. ചെക്ക് അതർ റെലവൻറ്റ് പാസേജസ്. അതെ, നമ്മൾ 5 അപ്പവും 2 മീനും ഉള്ള വ്യക്തിയുടെ കാര്യം പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ മറ്റ് ഭാഗങ്ങൾ എവിടെയൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. ചെക്ക് കമൻട്രീസ് ആൻഡ് ആപ്സ്. എൻ്റെ കയ്യിൽ ആപ്സ് ഉണ്ട് ചിലത്, അത് ഞാൻ ഉപയോഗിച്ച് നോക്കുന്നു. കമൻട്രീസ്, ചില ഞാൻ പടങ്ങൾ കാണിക്കാം. പിന്നെ ചെക്ക് ദ ലാംഗ്വേജ്. ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചൊരു വ്യക്തി വന്ന് മലയാളത്തിൽ വന്ന് പറയുന്ന വാക്യങ്ങളിൽ പോലും വ്യത്യാസങ്ങൾ കാണും. നോ ദ ഓഡിയൻസ്, ആരാന്നറിയുക. മോഡിഫൈ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻസ്. അതെ, നമുക്ക് ലഭിച്ച ആ വിവരം ആർക്കാണ് പറയുന്നതനുസരിച്ച് മോഡിഫൈ ചെയ്യുക. പിന്നെ ഏറ്റവും അവസാനം, പക്ഷെ ഏറ്റവും പ്രധാനം, ട്രസ്റ്റ് ആൻഡ് ഈൽഡ് ടു ദ ഹോളി സ്പിരിറ്റ്. ഏറ്റവും അവസാന നിമിഷം വരെ ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്ക് വേണ്ടി ഉറ്റിരിക്കുക. മെസ്സേജ് അവസാന നിമിഷം വരെ അച്ചായൻ ചിലപ്പോൾ മാറ്റും. അവസാന നിമിഷം എനിക്ക് പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. ഫുൾ ഇവിടെ എത്തി നിൽക്കുമ്പോഴായിരിക്കും പറയുന്നത് ഇതല്ല മാറ്റിക്കോ. അപ്പോഴാണ് ഫുൾ മാറ്റി വേറെ ഫുൾ പുതിയ പ്രസംഗം. പക്ഷെ പഴയ നോട്ട്സിൽ നിന്നൊക്കെ പെട്ടെന്ന് അപ്പം ദൈവാത്മാവ് തരും. ഞാൻ അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ ആരോടെങ്കിലും പറയുന്നത് റെക്കോർഡ് ചെയ്തേക്കണമെന്ന് പറയും. കാരണം ഞാൻ പോലും പ്രിപ്പയർ ചെയ്യാത്ത സാധനം ഡയറക്റ്റ് ദൈവത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഇത് കേൾക്കും, ഷടാ ഇത് ഞാൻ തന്നെയാണോ പ്രസംഗിച്ചത്? ചില സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇത് പറയാൻ കാണും. പ്രസംഗിക്കുന്ന സമയത്ത് ദൈവാത്മാവ് നടത്തുന്ന രീതി. ഫയലിറ്റ്. പ്രസംഗിച്ച കാര്യം ഞാനിപ്പം തന്നെ കൊണ്ടുവന്നത് ഒരു പേപ്പറിലാണ്. അതുകൊണ്ട് വേറൊരു പ്രസംഗ ബുക്കുണ്ട്, അതിൻ്റെ അകത്തോട്ട് ഫയൽ ചെയ്തങ്ങ് വെക്കും.
അടുത്തത് ഇതുപോലെ ഉപയോഗിക്കാനല്ല. ഒരിക്കലും ഇതേ മെസ്സേജ് പിന്നെ വേറൊരിടത്ത് പറയാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഇവിടെ പറയാൻ പറ്റത്തില്ല, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, എല്ലാവരും കണ്ടും കഴിഞ്ഞു. ഓക്കെ, ഞാൻ നിർത്തട്ടെ. ജസ്റ്റ് 2 പിക്ചേഴ്സ് കാണിച്ചിട്ട് എൻ്റെ ലൈബ്രറിയാണ്. അതിനകത്തുള്ള ചില ബൈബിൾസ് ബുക്സ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി. ഇതൊക്കെയാണ് സ്റ്റഡി ബൈബിൾസ്. നമ്മുടെ ബൈബിൾ ഡിക്ഷണറി, മക്ഡൊണാൾഡ്സിൻ്റെ ബൈബിൾ ഡിക്ഷണറി ഉണ്ട്, അവിടെ ചിൽഡ്രൻസിൻ്റെ ബുക്കുണ്ട്, ആർക്കിയോളജി സ്റ്റഡി ബൈബിൾ, ബേസിക് തിയോളജി, വുഡ് ബ്രിഡ്ജിൻ്റെ കമൻട്രീസ്, ലൈഫ് ആപ്ലിക്കേഷൻ ബൈബിൾ, അപ്പോളജറ്റിക് സ്റ്റഡി ബൈബിൾ, സ്കോഫീൽഡ് ചിൽഡ്രൻസ് ബൈബിൾ. ഇതെല്ലാം വായിക്കത്തൊന്നുമില്ല. ആ സാഹചര്യം അനുസരിച്ച് പോവേണ്ട സ്ഥലത്ത് ഏതൊക്കെ പോയിന്റ് ആണോ കിട്ടേണ്ടതെന്നനുസരിച്ച് വായിക്കും. സമയം കിട്ടുമ്പോൾ വേറെ ക്രോസ് റെഫറൻസ് ചെയ്യും. പിന്നെ ബൈബിൾ ആപ്സ്, ലോഗോസ് ബൈബിൾ ആപ്പ്, മൈ സ്വോർഡ് എന്ന് പറഞ്ഞ ബൈബിള്, BLB ബ്ലൂ ലെറ്റർ ബൈബിള്, മലയാളത്തിൻ്റെ ബൈബിള്. ഇത്രയും ഇത് ഉപയോഗിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ദൈവസന്നിധിയിൽ ഉറ്റിരിക്കുക. ഈ പറഞ്ഞ കാര്യം, മാസ്റ്റർ ദ ടെക്നിക് ബട്ട് ലെറ്റ് ദ സ്പിരിറ്റ് പ്രിവെയിൽ. നമ്മൾ നമ്മുടെ ക്വയറ്റ് ടൈം ശരിയാക്കുക, വചനം ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് സമയമില്ല, പിന്നെ എന്തെങ്കിലും ഓരോ വാക്യവും വായിച്ച് ചെയ്യേണ്ടതാണ്. 1:15 അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. പിന്നെ സമയം പോലെ നമുക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ റെഫറൻസ് ബുക്സ്: പ്രീച്ചിങ് വിത്ത് പാഷൻ, പ്രീച്ചിങ് വിത്ത് കൺവിക്ഷൻ, അനാറ്റമി ഓഫ് പ്രീച്ചിങ്, പിന്നെ ആപ്ഷെ എന്ന് പറഞ്ഞ ഹെർമന്യൂട്ടിക്സിൻ്റെ ഒരു ബുക്ക്. താങ്ക് യു.